രാവിലെ ഉമ്മയുടെ തുടരെയുള്ള വിളി കേട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. ബ്രഷ് ചെയ്ത് റൂമിൽ നിന്നും ഇറങ്ങി കോണിപ്പടി വഴി താഴെ ഇറങ്ങി കിച്ചണിലേക്ക് ചെന്നു. എന്താ ഉമ്മ നിങ്ങളിന്ന് ഉറങ്ങാൻ സമ്മതിക്കാത്തത്? ഞാൻ ചോദിച്ചു. രാത്രി ഫോൺ നോക്കിയിരുന്നാൽ രാവിലെ എഴുന്നേക്കാൻ മടി കാണും, ഉമ്മ പറഞ്ഞു. ഒന്ന് പോ ഉമ്മ. ആ എടാ, ഉപ്പ വിളിച്ചിരുന്നു. തറവാട്ടിൽ പോയി വില്ലുപ്പനെ കൂട്ടി ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകാൻ പറഞ്ഞിരുന്നു. ആ ഞാനത് മറന്നു. ഇളയപ്പ ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു. നീയത് നോക്ക്, ഉമ്മ പറഞ്ഞു. അല്ല, നിങ്ങൾ എവിടേക്കായി പോകുന്നത്? ഉമ്മ ഒരുങ്ങി നിൽക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു. പുത്തനത്താണിയിലേക്ക്. നീ ഉച്ചയ്ക്ക് ഇളയപ്പാൻ്റെ അടുത്തുനിന്ന് ചോറ് കഴിക്കോണ്ടി. ഞാൻ വൈകുന്നേരം വരൂ. ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഉമ്മ എന്നോട് പറഞ്ഞു. എൻ്റെ പേര് അഫ്സൽ, 18 വയസ്സ്, പനക്കൽ വീട്ടിലെ അസീസിൻ്റെയും നബീലയുടെയും ഏക മകൻ. ഉമ്മയുടെ വിവാഹം വളരെ ചെറുപ്പത്തിൽ കഴിഞ്ഞതാണ്. ഉമ്മയുടെ ഉപ്പാക്ക് വയ്യാതായപ്പോൾ മരിക്കുന്നതിന് മുമ്പ് മോളുടെ വിവാഹം കണ്ടിട്ട് മരിച്ചാൽ മതിയെന്ന കാരണം കൊണ്ട് 17-ാം വയസ്സിൽ കാണാൻ മോശമല്ലാത്ത ഗൾഫുകാരനായ ഉപ്പയുടെ കാര്യം വന്നപ്പോൾ ഉമ്മാൻ്റെ വീട്ടുകാർ അവരുടെ വിവാഹം നടത്തി. ഉമ്മാൻ്റെ താഴെ ഒരനിയനുണ്ട്, സുഹൈൽ. ഖത്തറിലാണ് ജോലി. ആളുടെ ഭാര്യ സബീറ, 24 വയസ്സ് വരും. അവരും ഉമ്മയുടെ ഉമ്മയുമാണ് ഇപ്പോൾ അവിടെയുള്ളത്. പിന്നെ 4 വയസ്സുള്ള ഒരു മോളും. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഉമ്മ എന്നെ പ്രസവിച്ചു. പിന്നീട് കുട്ടികളൊന്നും ഉണ്ടായില്ല. ഉമ്മയെ കണ്ടാൽ 38 വയസ്സ് പ്രായമുണ്ടെന്ന് ഒരിക്കലും പറയില്ല. ഒരു 25 തോന്നും. എൻ്റെ ഇത്താത്ത ആണോ എന്നാണ് എല്ലാവരും ചോദിക്കുക. വീട്ടിൽ നാടനായിട്ട് വസ്ത്രം ധരിക്കുന്ന ആളാണെങ്കിലും പുറത്തു പോകുമ്പോൾ ട്രെൻഡിനനുസരിച്ച് എല്ലാ ഡ്രസ്സും ഉടുക്കാറുണ്ട്. ഡ്രസ്സ്, മേക്കപ്പ് ഇത് രണ്ടും ഉമ്മക്ക് തികയില്ല. അത് ഓൺലൈൻ വഴിയും അല്ലാതെയും വാങ്ങിക്കൂട്ടും. ഉമ്മ പറയുന്നതൊക്കെ ക്യാഷ് അയച്ചു കൊടുക്കും. പ്രായം കൊണ്ട് ഉപ്പയേക്കാൾ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും അവർ തമ്മിൽ നല്ല സ്നേഹമാണ്. അങ്ങനെ ഉമ്മ വീടും പൂട്ടി സ്കൂട്ടറും എടുത്ത് പുത്തനത്താണിയിലേക്ക് പോയി. ഞാൻ ബൈക്കും എടുത്ത് തറവാട്ടിലേക്കും പോന്നു. അവിടെ എത്തിയപ്പോൾ വല്യപ്പ ഡ്രസ്സും മാറി പോകാൻ റെഡിയായി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരുന്നത് കണ്ട് ഇളയപ്പ എന്നോട് ചോദിച്ചു, മാനു നീ ചായ കുടിച്ചായിരുന്നോ? ആ, ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാ പോന്നേ. മോളും എവിടെ? അവള് ഉറങ്ങാടാ. ഉപ്പാക്ക് ഒരനിയനും അനിയത്തിയും കൂടിയുണ്ട്, ലത്തീഫും റസിയയും. ഇളയപ്പാക്ക് 5 വയസ്സും 1.5 വയസ്സുള്ള 2 മക്കളുണ്ട്. വല്യമ്മ ഞാൻ ചെറിയ കുട്ടിയായപ്പോഴേ മരിച്ചതാണ്. ഞാൻ വല്യപ്പയെ പിടിച്ച് പതുക്കെ കാറിൽ കയറ്റിയിരുത്തി. ഉപ്പ വാങ്ങിയ കാറാണ്. വല്യപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എളുപ്പത്തിന് തറവാട്ടിൽ തന്നെയാണ് അത് നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. പുത്തനത്താണിയിലെത്തിയ ഉമ്മയെ കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നാത്തൂൻ്റെ അടുത്തേക്ക് അടുക്കളയിലേക്ക് ചെന്നു. എന്തായി, പണിയൊക്കെ കഴിഞ്ഞോ? ഉമ്മ ചോദിച്ചു. ഇല്ലിത്ത. അല്ല, മാനു എന്താ വരാഞ്ഞത്? സബീറ ചോദിച്ചു. അവൻ ഉപ്പാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ. പിന്നെ നിങ്ങളുടെ നമ്പർ ആ രഹനത്തെ ചോദിച്ചിരുന്നു ഇത്ത. സബീറ ഇത്ത ഉമ്മയോട് പറഞ്ഞു. ആ, അവൾ വിളിച്ചിരുന്നു. സ്കൂളിൽ മീറ്റപ്പ് ഉണ്ട്, അത് പറയാനാണ്. പുതിയ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അല്ല, നിങ്ങൾ പോകുന്നുണ്ടോ ഇത്ത? സബീറ ചോദിച്ചു. പിന്നെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാമല്ലോ, ഉമ്മ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചെത്തി ഞങ്ങൾ ഇളയപ്പാടെ കൂടെ തമാശകൾ പറഞ്ഞിരുന്ന് ചോറൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഫ്രണ്ട് വിളിച്ചിട്ട് ഞാൻ ബൈക്കുമെടുത്ത് അവൻ്റെ വീട്ടിൽ പോയി. അവനെ കൂട്ടി ക്ലബിലേക്ക് പോയി. കുറച്ച് നേരം ചെസ്സൊക്കെ കളിച്ചിരുന്നു. പിന്നെ കൂട്ടുകാരൊക്കെ വന്ന് സാധാരണ പോലെ സമയം പോയതറിയാതെ അവരുടെ കൂടെ കളിയും ചിരിയുമൊക്കെയായി ചില്ല് ചെയ്തിരിക്കുമ്പോഴാണ് ഉമ്മയുടെ കോള് വരുന്നത്. ഞാൻ കോളെടുത്തു. ഹലോ ഉമ്മ. മാനു, നീ ഇതെവിടെ? ഇളയപ്പ പറഞ്ഞു നീ വൈകുന്നേരം അവിടെ നിന്ന് പോയെന്നാണല്ലോ. ആ ഉമ്മ, ഞാൻ ക്ലബിലാണ്. നിങ്ങൾ വീട്ടിലെത്തിയോ? എത്താനായി, വീട്ടിലേക്ക് വാ, മതി കറങ്ങി നടന്നത്, ഉമ്മ പറഞ്ഞു.
ആ ദാ വരുന്നു ഉമ്മ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ എനിക്കായി കൊണ്ടുവന്ന ഉമ്മാൻ്റെ വീട്ടിലെ സ്പെഷ്യൽസൊക്കെ എടുത്തു തന്നു. അതൊക്കെ ഞാൻ കഴിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഉമ്മ എന്നെ വിളിച്ച് ചോദിച്ചു, എടാ നിനക്കിന്ന് എവിടെയെങ്കിലും പോകാനുണ്ടോ? എന്താ ഉമ്മ അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിച്ചു. ഉണ്ടോയെന്ന് പറ. ഇല്ല. എന്നാ നീ ഡ്രസ്സ് മാറ്. എവിടെ പോകാനാ ഉമ്മ? ഞാൻ വീണ്ടും ചോദിച്ചു. എടാ എൻ്റെ സ്കൂളിൽ ഇന്ന് മീറ്റപ്പ് ഉണ്ട്, അതിന് പോകാനാണ്, ഉമ്മ പറഞ്ഞു. അയ്യേ ഞാനൊന്നും വരുന്നില്ല. എന്തിനാ ആങ്ങളെയാണെന്ന് ചോദിക്കുന്നത് കേൾക്കാനാണോ? ഞാൻ ഉമ്മയോട് ചോദിച്ചു. ഓ എനിക്കിത്തിരി സൗന്ദര്യമുള്ളത് എൻ്റെ തെറ്റാണോടാ? ഉമ്മ കളിയായി പറഞ്ഞു. ഓ ഒരു സുന്ദരി കഥ വന്നിരിക്കുന്നു, ഞാനും പറഞ്ഞു. അപ്പോൾ നീ വരുന്നില്ലല്ലോ? ഇല്ലുമ്മ. എന്നാ നീ പോര്, ഉമ്മാൻ്റെ അടുത്ത് നിന്നാൽ മതി, ഞാൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളാം. ആ അതൊക്കെ, പുത്തനത്താണി പോയിട്ട് കുറച്ച് ദിവസമായി, ഞാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മാൻ്റെ സ്കൂട്ടറിൻ്റെ പിറകിൽ കയറി ഞാൻ മാമൻ്റെ വീട്ടിൽ പോയി. കുറച്ച് കഴിഞ്ഞ് ഉമ്മ സ്കൂളിലേക്കും പോയി. അന്ന് ഒരുപാട് വൈകി ഇരുട്ടായി തുടങ്ങിയപ്പോഴാണ് ഉമ്മ തിരിച്ചു വന്നത്. അന്ന് ഉമ്മൻ്റെ വീട്ടിൽ നിന്നിട്ട് പിറ്റേന്നാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. പക്ഷേ മീറ്റപ്പിന് ശേഷം ഉമ്മക്ക് എന്തൊരു മാറ്റം തോന്നി എനിക്ക്. എപ്പോഴും ഫോണിൽ തന്നെയായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ വാട്സപ്പിൽ പുതിയ സ്കൂൾ ഗ്രൂപ്പുണ്ട്, അതിൽ മെസ്സേജ് നോക്കുന്നതാണെന്ന് പറയും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഞാൻ പുറത്ത് പോയിട്ട് വീട്ടിൽ വരുമ്പോൾ പുറത്ത് നല്ല പരിചയമുള്ളൊരു കാറ് വീടിൻ്റെ മുന്നിൽ കിടക്കുന്നത് കണ്ടു. ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കാണാൻ വലിയ മോശമില്ലാത്ത ഒരിത്തയെ ഞാൻ കണ്ടു. ആ നീ വന്നോടാ? എന്നെ കണ്ടതും ഉമ്മ ചോദിച്ചു. ഇതാരാ ഉമ്മ? ഞാൻ ഉമ്മയോട് ചോദിച്ചു. എടാ ഇതെൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയാ. നബീല മോനാണോ ഇത്? അവർ ഉമ്മയോട് ചോദിച്ചു. അതേടി. വലിയ ചെക്കനായല്ലോ, അവർ പറഞ്ഞു. നിൻ്റെ ഉമ്മാൻ്റെ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ. എൻ്റെ പേര് സുറുമി. അവർ സ്വയം എന്നെ പരിചയപ്പെടുത്തി. എന്നാ ഇനി പോട്ടെ നബീല, പിന്നെ വരാം. ഇപ്പോൾ വീടൊക്കെ കണ്ടല്ലോ, ഇനി എപ്പോൾ വേണമെങ്കിലും വരാലോ. പ്രശാന്ത് വാ പോകാം, അവർ പറഞ്ഞു. ലിവിങ് റൂമിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ആളെ കണ്ടതും ഞാൻ നെട്ടി. എന്നെ കണ്ട പ്രശാന്ത്, അഫ്സൽ ഇത് നിൻ്റെ വീടാണോ? ആ അതെ. അല്ല ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ ചോദിച്ചു. എൻ്റെ ഫ്രണ്ട് ദാസിൻ്റെ അയൽവാസിയാണ് ഈ പ്രശാന്ത്. +2 പഠിക്കുന്ന സമയത്ത് വീഡിയോ കാണാനും ചേട്ടൻ്റെ ജിമ്മിൽ വരുന്ന പെണ്ണുങ്ങളെ നോക്കാനും എപ്പോഴും പോയി പരിചയമുണ്ട്. അന്ന് ദാസ് പറഞ്ഞിട്ടുണ്ട് പെൺവിഷയത്തിൽ ചേട്ടനൊരു അഗ്രഗണ്യനാണെന്ന്. പിന്നെ 6 പാക്കൊക്കെ ഉണ്ട്, കാണാനും വലിയ തെറ്റൊന്നുമില്ല. ഞാൻ മനസ്സിലോർത്തു. എൻ്റെ ആലോചന കണ്ട് ചേട്ടൻ ചോദിച്ചു, എന്താ അഫ്സൽ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല. ദാസ് അവൻ്റെ വിവരം ഇപ്പോൾ കാണാൻ പോലും കിട്ടാറില്ല, ഞാൻ പ്രശാന്തിനോട് പറഞ്ഞു. ആ അവനിപ്പോൾ എൻ്റെ ജിമ്മിൽ എൻ്റെ അസിസ്റ്റൻ്റ് ആണടാ, ചേട്ടൻ പറഞ്ഞു. നിങ്ങൾ നേരത്തെ അറിയുമോ? ഉമ്മയുടെ കൂട്ടുകാരി ഞങ്ങളോടായി ചോദിച്ചു. ആ മുമ്പ് ദാസിൻ്റെ കൂടെ വീട്ടിൽ വരാറുണ്ടിവൻ, പ്രശാന്ത് പറഞ്ഞു. ഏത്, നമ്മുടെ ദാസിൻ്റെയോ? ആ അതെ, പ്രശാന്ത് പറഞ്ഞു. അവർ പോയ ശേഷം ഞാൻ ഉമ്മയോട് ചോദിച്ചു, എന്താ ഉമ്മ മീറ്റപ്പ് കഴിഞ്ഞപ്പോൾ പഴയ ഫ്രണ്ട്സൊക്കെ വരാൻ തുടങ്ങിയല്ലോ? അതേടാ, എൻ്റെ കൂടെ സ്കൂളിൽ എപ്പോഴും ഉണ്ടാകുന്നത് ഇവളാ. ഇവിടെ അടുത്താണ് അവളുടെ ഭർത്താവിൻ്റെ വീട്, വലിയ ക്യാഷുകാരനാണ്, ദുബായിൽ ബിസിനസ്സാണ്, ഉമ്മ പറഞ്ഞു. അവരുടെ കൂടെ വന്ന പ്രശാന്ത് ഏട്ടനെ എനിക്ക് മുമ്പ് അറിയാം, ഞാൻ പറഞ്ഞു. ആ അതവളുടെ അയൽവാസിയാണ്. കെട്ടിയോൻ നാട്ടിലില്ലാത്തപ്പോൾ ഇവർക്ക് എവിടെയെങ്കിലും പോകാൻ കാർ ഓടിക്കാൻ അവനെയാണ് വിളിക്കുന്നത്, ഉമ്മ പറഞ്ഞു. കാർ മാത്രമാകില്ല, ചേട്ടനെ എനിക്കല്ലേ അറിയോ, ഞാൻ മനസ്സിൽ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അറിയാത്തൊരു നമ്പറിൽ നിന്നും എനിക്കൊരു കോൾ വന്നു. ഞാൻ ആ കോൾ എടുത്തു.
ഹലോ, ആരാ? അഫ്സലല്ലേ ഇത്? അതെ, ഇതാരാ? എനിക്ക് മനസ്സിലായില്ല. എടാ, ഞാനാ ദാസ്. എടാ ദാസേ, നിനക്കെങ്ങനെ എൻ്റെ നമ്പർ കിട്ടി? അത് പ്രശാന്തേട്ടൻ തന്നതാടാ, ദാസ് പറഞ്ഞു. ഓ, ഞാനത് മറന്നു. പിന്നെ എത്ര നാളായിടാ നിന്നൊന്ന് കണ്ടിട്ട്. എടാ, പാണ്ടിക്കാട് വാ, നമുക്ക് കാണാലോ. ആ, എന്തായാലും വരും, കാണാൻ ആഗ്രഹമുണ്ടടാ, ഞാൻ പറഞ്ഞു. പിറ്റേന്ന് ഞാൻ രാവിലെ ദാസിൻ്റെ അടുത്ത് പോയി. ഒരമണിക്കൂർ കൊണ്ട് അവിടെ എത്തി. അങ്ങനെ ഞാൻ വീണ്ടും ദാസുമായും പ്രശാന്തേട്ടനുമായും അടുത്തു. മിക്ക ദിവസവും കാണാൻ തുടങ്ങി. അവിടെ വെച്ച് പുതിയ ചില കൂട്ടുകാരെയും കിട്ടി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. 2 ദിവസമായിട്ട് പ്രശാന്തേട്ടനെ കാണാതായപ്പോൾ ഞാൻ ദാസിനോട് ചോദിച്ചു, പുള്ളി എവിടെ പോയെന്ന്. അപ്പോൾ ദാസ് പറഞ്ഞു, എടാ, പുതിയ ഏതോ ഒരുത്തിയെ കിട്ടിയിട്ടുണ്ട്, അതാ, അത് മടുക്കുമ്പോൾ ഇനി കാണാൻ കഴിയുള്ളൂ, ദാസ് പറഞ്ഞു. ഓ, അപ്പോൾ വെറുതെ അല്ല, ചേട്ടൻ്റെ ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ്. അല്ലടാ, നിനക്കാരെങ്കിലും ഉണ്ടോ ഇതുപോലെയൊക്കെ? ഞാൻ ദാസിനോട് ചോദിച്ചു. ആ, ഒരാളുണ്ട്, ചേട്ടൻ കൊണ്ട് നടക്കുന്നത് തന്നെയാണ്. പക്ഷേ ചേട്ടൻ അറിയില്ല, അറിഞ്ഞാൽ എൻ്റെ കാര്യം തീരും, ദാസ് പറഞ്ഞു. എടാ, ആരാ കക്ഷി? ഞാൻ ചോദിച്ചു. അത് എൻ്റെ അയൽവാസി നിസാറിൻ്റെ ഭാര്യ സുറുമി, അവൻ പറഞ്ഞു. എനിക്കവൻ ആ പേര് പറഞ്ഞപ്പോൾ തന്നെ ആളെ മനസ്സിലായി, ഉമ്മാൻ്റെ ഫ്രണ്ടാണെന്ന്. പിന്നെ ഞാൻ ഒന്നും ചോദിച്ചില്ല. അന്ന് രാത്രി ഞാൻ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴാണ് താഴെ പെട്ടെന്ന് എന്ത് ശബ്ദം കേട്ടത്. ഏ, ഇതെന്താ ഒരു ശബ്ദം? രാത്രി 11 മണിയായല്ലോ. ഞാൻ അതും പറഞ്ഞ് താഴെ കോണി സ്റ്റെപ്പ് ഇറങ്ങി ഉമ്മയുടെ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഉള്ളിൽ നിന്നും എനിക്ക് നല്ല പരിചയമുള്ള ഒരു പുരുഷൻ്റെ ശബ്ദം കേട്ട് എനിക്ക് പേടിയും ഒപ്പം സംശയവും തോന്നി. ഞാൻ വാതിൽ ലോക്കിൻ്റെ തുളയിലൂടെ നോക്കി. ശരിക്കും ഞെട്ടിപ്പോയി. പ്രശാന്തേട്ടനും എൻ്റെ ഉമ്മയും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് ഞാൻ ഉള്ളിൽ കണ്ടത്. നബീല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ ഇങ്ങനെ മടുപ്പ് തോന്നാതെ വീണ്ടും വീണ്ടും തേടി വരുന്നത്, പ്രശാന്തേട്ടൻ ഉമ്മയോട് പറഞ്ഞു. ഉമ്മ ഒന്ന് മൂളുന്നുണ്ട്. നബീല, എന്നാൽ ഇത്രയും നാൾ നീ എൻ്റെ കണ്ണിൽ പെട്ടില്ലല്ലോ, പ്രശാന്തേട്ടൻ പറഞ്ഞു. അത് പിന്നെ ഇതിന് ഇത്രയും രസമുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല, ഉമ്മ അയാളോട് പറഞ്ഞു. അല്ല, നമ്മളന്ന് റിസോർട്ടിൽ പോയത് ആർക്കെങ്കിലും സംശയമുണ്ടോ, പ്രശാന്തേട്ടൻ ചോദിച്ചു. ഏയ് ഇല്ല, ഉമ്മ പറഞ്ഞു. അപ്പോൾ ഉമ്മ പുറത്തൊക്കെ പോയി. അന്ന് അമ്മാവൻ്റെ അടുത്ത് പോവാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയത് അതിനായിരുന്നു അല്ലേ, ഞാൻ മനസ്സിൽ പറഞ്ഞു. വീണ്ടും ഞാൻ ആ ഹാളിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവർ അവരുടെ കാര്യപരിപാടികൾ തുടർന്നിരുന്നു. അതെല്ലാം ഞാൻ നല്ലതുപോലെ നോക്കിക്കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് അവർ ഫ്രഷാകാനായി പോയി. കുറച്ച് കഴിഞ്ഞ് 2 പേരും ഫ്രഷായി വന്ന് തിരിച്ച് ബെഡിലിരുന്നു. എന്നിട്ടുമ്മ അവനോട് പറഞ്ഞു, താങ്ക് യു പ്രശാന്ത് എന്നും പറഞ്ഞ് 500ൻ്റെ കുറച്ച് നോട്ട് അവന് നൽകി. എനിക്കത് കണ്ടിട്ട് ഉമ്മയോട് വെറുപ്പ് തോന്നി. ആ സമയം പ്രശാന്ത് ഉമ്മയോട് പറഞ്ഞു, നീ 2 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിറങ്ങ്, നമുക്ക് ഒരിടം വരെ പോകാം. നോക്കട്ടെ മാനു, അവൻ അറിയരുത്, വേറെ എന്തും ഞാൻ സഹിക്കും, ഉമ്മ അവനോട് പറഞ്ഞു. ആ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, പ്രശാന്ത് പറഞ്ഞു. ശരിയടാ, എന്നാ ഒന്നുകൂടെ നോക്കിയിട്ട് പോയാൽ പോരെ, ഉമ്മ അവനോട് പറഞ്ഞു. വേണ്ട, അവർക്ക് സംശയം തോന്നും, നാളെ വരാം, ചേട്ടൻ പറഞ്ഞു. എടാ, നിനക്കിത് വേണോ, ഉമ്മ അവനോട് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ ഉമ്മയുടെ ഏതൊക്കെ ഉടുപ്പുകൾ അവൻ കയ്യിൽ പിടിച്ചിരിക്കുന്നു. അവർ പുറത്തിറങ്ങാറായെന്ന് ഉറപ്പായപ്പോൾ ഞാൻ അവിടെ നിന്നും ഒന്ന് മാറി നിന്നു. ഉമ്മ ചേട്ടൻ്റെ കൂടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അടുക്കള വഴി പോകാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഞാൻ പിറകെ പോയി ഒളിഞ്ഞു നോക്കി. അടുക്കളയുടെ പുറത്തേക്കുള്ള വാതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ ഉമ്മ പ്രശാന്തിനോട്, പ്രശാന്ത്,
എടാ എനിക്കൊന്നുകൂടെ വേണം. ഞാൻ ഞെട്ടിപ്പോയി. പ്രശാന്ത് ഉമ്മയുടെ ആഗ്രഹം നടത്തി കൊടുത്തു, അതും കിച്ചണിൽ വെച്ച് തന്നെ. ഞാൻ അതെല്ലാം ഒരത്ഭുതത്തോടെ നോക്കി നിന്നു. അപ്പോൾ ദാസ് പറഞ്ഞ ചേട്ടൻ്റെ പുതിയ ഇര ഉമ്മയാണോ? ഞാൻ പതിയെ അവിടുന്ന് നേരെ എൻ്റെ റൂമിൽ പോയി ഓരോന്ന് ചിന്തിച്ചു. എപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഒരുപാട് വൈകിയാണ് ഞാൻ എഴുന്നേറ്റത്. ഉമ്മ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ഫ്രഷായി ഞാൻ കിച്ചണിൽ ചെന്നു. എന്നെ കണ്ട ഉമ്മ, ആ നീ എഴുന്നേറ്റോ? ചായ എടുക്കട്ടെ? ഇന്നലെ രാത്രി ഞാൻ ചേട്ടൻ്റെ കൂടെ കണ്ട ആളെ അല്ല. ചായക്കെന്താ കഴിക്കാൻ? ഞാൻ ചോദിച്ചു. ദോശയും കടലക്കറിയും ഉണ്ടടാ, ഉമ്മ പറഞ്ഞു. ശരി, എടുക്ക്. ചായ കുടിച്ച് ഞാൻ ദാസിൻ്റെ വീട്ടിൽ പോയി. എന്നെ കണ്ടതും അവൻ്റെ അമ്മ പറഞ്ഞു, മോനെ ദാസ് ഇവിടെ ഇല്ല, അവൻ തിരൂർക്ക് പോയതാ. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ പറഞ്ഞിട്ടുള്ള സുറുമിത്തിയുടെ വീട് കണ്ടു. ഞാൻ ഗേറ്റ് തുറന്ന് അകത്ത് കയറി കോളിംഗ് ബെൽ അടിച്ചു. കുറച്ച് കഴിഞ്ഞ് വാതിൽ തുറന്ന് എത്താം. ആ, ആരാ ഇത്? അഫ്സലോ? എന്താടാ ഈ വഴിക്കൊക്കെ? അത് ദാസിൻ്റെ വീട്ടിൽ വന്നതാ. അവിടെ അവനില്ല, അപ്പോൾ വെറുതെ ഒന്ന് കയറിയതാ, ഞാൻ പറഞ്ഞു. ആ വാടാ, ഇരിക്ക്. അവരെന്നെ അകത്തേക്ക് ക്ഷണിച്ചു. അവരെ കണ്ട് ഒരു നിമിഷം ഞാൻ അവരെ നോക്കി നിന്ന് പോയി. നിങ്ങളുടെ കുട്ടികൾ? ഞാൻ അവരോട് ചോദിച്ചു. മോൻ ഹോസ്റ്റലിലാണ്, എറണാകുളത്ത്. മോള് സ്കൂളിൽ പോയതാ, 5ൽ പഠിക്കുന്നു, അവർ പറഞ്ഞു. അല്ല, ഇക്ക പോയിട്ട് ഒരുപാടായോ? ഞാൻ ചോദിച്ചു. ഇല്ലടാ, 3 മാസം. നിനക്ക് കുടിക്കാൻ ചായ വേണോ അതോ തണുത്തതെന്തെങ്കിലും വേണോ? ഇത്ത എന്നോട് ചോദിച്ചു. ഏയ് ഒന്നും വേണ്ട, ഞാൻ പോട്ടെ. അതെന്താടാ? നീ ഇരിക്ക്, ദാസ് വരട്ടെ. എന്താ നിനക്കിത്ര തിരക്ക്? അവരെന്നോട് ചോദിച്ചു. അവരുടെ കിഞ്ഞരിക്കുന്ന നോട്ടവും സംസാരവും എൻ്റെ ഉള്ളിൽ പേടി പരത്തിയെങ്കിലും അറിയാതെ ഞാൻ അവിടെ ഇരുന്ന് പോയി. അവരെനിക്ക് ജ്യൂസ് കൊണ്ടുവന്ന് തന്നു. അതും കൂടി ചിരിക്കുമ്പോൾ ഇത്ത എന്നോട് ചോദിച്ചു. അല്ല, ഉമ്മ എന്ത് പറയുന്നു? നീ ഇങ്ങോട്ട് വരുന്നത് അറിയോ? ഇല്ല, അങ്ങാടി പോണെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്, ഞാൻ പറഞ്ഞു. അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിനക്ക് ഗേൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ എന്ന്. എന്ത്? അല്ലടാ, ഈ ഗേൾ ഫ്രണ്ട്സേ ഉണ്ടോ എന്ന്. ഇല്ല, ഞാൻ പറഞ്ഞു. ഇത്തയാണെങ്കിൽ ഈ സമയം എൻ്റെ തലയിലൊക്കെ തഴുകിക്കൊണ്ടിരിക്കുകയാണ്. നബീലയ്ക്ക് ഇത്രയും വലിയ മോനുള്ളത് എനിക്കറിയില്ലായിരുന്നു, ഇത്ത പറഞ്ഞു. നേരത്തെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്കും നിൻ്റെ പ്രായമുള്ള ഒരു മോനോ മോളോ ഉണ്ടാകുമായിരുന്നു. എന്തോ എനിക്കവരുടെ പ്രവൃത്തിയിൽ അവരെ തടയാൻ തോന്നിയില്ല. ഞാനവരുടെ അടുത്ത് തന്നെ അങ്ങനെ ഇരുന്നു. അഫ്സൽ മോന് എന്നെ വേണോ? എങ്കിൽ വാ, നമുക്ക് റൂമിൽ പോകാം, ഇത്ത പറഞ്ഞു. ഞാനൊരു യന്ത്രത്തെ പോലെ അവിടെ പിറകെ പോയി. നീ ഇരിക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് അവർ ബാത്റൂമിൽ കയറി തിരിച്ചു വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എടാ നീ ഇതിനു മുമ്പ്? ഇല്ല, ഞാൻ പറഞ്ഞു. ആണോ? അപ്പോൾ നിൻ്റെ തുടക്കം എൻ്റെ കൂടെയാണ് അല്ലേ? ഞാൻ പേടിയോടെ ഒന്ന് മൂളി. അല്ല, നിനക്കാരെങ്കിലും ആഗ്രഹമുണ്ടോ? അവർ ചോദിച്ചു. അത് അങ്ങനെ ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളാകും. ആഹാ, ആരാ ആള്? അവർ ചോദിച്ചു. അത് എൻ്റെ ഇളയമയും അമ്മായും. അല്ല, ഫോട്ടോ ഉണ്ടോ നിൻ്റെ ഫോണിൽ അവരുടെ? ഇത്ത ചോദിച്ചു. അത് എടാ ഒന്ന് കാണാനാണ്, വേറൊന്നിനും അല്ല, ഇത്ത പറഞ്ഞു. ഞാൻ അവരെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. നിന്നെ തെറ്റു പറയാൻ പറ്റില്ല, കാണാൻ കൊള്ളാം രണ്ടുപേരെയും, ഇത്ത പറഞ്ഞു. ആണോ? ആ അതേടാ. എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? ഇത്ത ചോദിച്ചു. പിന്നെ അവിടെ നടന്നത് ഒരു സ്വപ്നലോകം എന്ന പോലെ ഞാൻ നന്നായി ആസ്വദിച്ചു. ഇത്തയും ഒട്ടും പുറകിലല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നന്നായി മത്സരിച്ചു. അങ്ങനെ ഞാനും സുറുമിത്തയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടെ വെച്ച് സഫലമാക്കി.
എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു സുറുമിത്ത് സമ്മാനിച്ചത്. അങ്ങനെയെല്ലാം കഴിഞ്ഞ് സുറുമിത്ത എന്നോട് പറഞ്ഞു, അഫ്സൽ താങ്ക്സ് ഡാ, ഇതുപോലെ ഞാൻ ഇതുവരെയും അനുഭവിച്ചിട്ടില്ല. ഞാൻ പോകാനൊരുങ്ങുമ്പോൾ സുറുമിത്ത എന്നോട് പറഞ്ഞു, ഡാ ഇതുപോലെ നിൻ്റെ അമ്മയും ആഗ്രഹിക്കുന്നുണ്ടായില്ലേ? ആ എനിക്കറിയില്ല, ഞാൻ മറുപടി പറഞ്ഞു. ഉണ്ടാകും, അവൾക്കുമുണ്ടാവും ആഗ്രഹങ്ങളൊക്കെ. ഞാൻ മൂളുക മാത്രം ചെയ്തു. എടാ, അവളുടെ ആഗ്രഹം നടത്തുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? എനിക്കറിയില്ല എത്താ, ഞാൻ മറുപടി പറഞ്ഞു. എടാ, അവൾക്കുമുണ്ട് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ. എനിക്കറിയാം, ഞാൻ കണ്ടിരുന്നു. എന്ത്? അവൻ ആ പ്രശാന്തായിട്ട് ഉമ്മ. ഓഹോ, അപ്പോൾ നീ ഇതെല്ലാം അറിഞ്ഞതാണോ? നീ ആരോടെങ്കിലും പറഞ്ഞോ ഇതൊക്കെ? ഏയ് ഇല്ല. അതെന്താ? അത് എനിക്ക് പറയാൻ തോന്നിയില്ല. എടാ അഫ്സൽ, അവളൊരു പാവല്ലേ, അവൾക്കുണ്ടായില്ലേ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ? എനിക്കറിയാം, പക്ഷേ ആ പ്രശാന്ത്. ഞാൻ അതും പറഞ്ഞ് നിർത്തി. അങ്ങനെ ഞാൻ പോകാനൊരുങ്ങിയപ്പോൾ ഇത്ത എനിക്ക് അവളുടെ ഫോൺ നമ്പർ തന്നു. അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഇത്ത വീണ്ടും ഉമ്മയുടെ കാര്യം എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചു. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ മുകളിൽ എൻ്റെ മുറിയിൽ പോയി ഡ്രസ്സ് മാറി. എന്നിട്ട് താഴെ വന്ന് ഫോൺ നോക്കിയിരുന്നു. അപ്പോൾ ഉമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം ഞാൻ കേട്ടു. ഉമ്മ വന്ന് ഫോണെടുത്ത് ഉമ്മയുടെ റൂമിൽ കയറി വാതിലടച്ചു. അവൻ്റെ കോളാകും. എന്നാലും പ്രശാന്ത് എന്താ ഉമ്മയെ വിടാത്തത്? പൊതുവെ ഒരു പെണ്ണിനെ മടുത്താൽ അടുത്തത് നോക്കുന്ന ആളാണ്. ഇതിപ്പോൾ എന്താ വിടാത്തത് ഉമ്മാനെ? ചേട്ടനുമ്മയെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാകും. ഉപ്പാക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. ഒമാനിൽ കിടന്ന് ജീവിതം കളഞ്ഞാൽ മതി. ഉമ്മയുടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നതിലും അറിയുന്നുണ്ടോ ആവോ? ഞാൻ ഉമ്മാൻ്റെ വാതിലിൻ്റെ തുളയിലൂടെ അകത്തേക്ക് നോക്കി. ഉമ്മ ഫോണിൽ സംസാരിക്കുകയാണ്. എന്താ ചെക്ക നിൻ്റെ വിചാരം? അതൊന്നും പറ്റില്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഒരു മോനുണ്ട് എനിക്ക്. വെറുതെ വേണ്ടാത്ത മോഹമൊന്നും എനിക്ക് തരല്ലേ. ഞാനൊരു പാവാണ്, ജീവിച്ച് പൊക്കോട്ടേടാ, ഉമ്മ അവനോട് പറഞ്ഞു. നബീല, ഇനി എന്തിനാ നിനക്ക് അസീസ്? എല്ലാം ഞാൻ എടുത്തില്ലേ? പ്രശാന്ത് ഉമ്മയോട് പറഞ്ഞു. എടാ, അത് എനിക്കിപ്പോൾ നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും നീ അടുത്ത് വേണമെന്ന് തോന്നുകയാണ്, ഉമ്മ അവനോട് പറഞ്ഞു. അവൻ ഉറങ്ങാൻ റൂമിൽ പോയാൽ നീ വിളിക്ക്, ഞാൻ വരാം. നിൻ്റെ എല്ലാ സങ്കടവും ഞാൻ മാറ്റിത്തരാം, പ്രശാന്ത് പറഞ്ഞു. അല്ല, നിനക്ക് എങ്ങനെയാ എന്നെ കാണേണ്ടത്? ഉമ്മ ചോദിച്ചു. അത് ഇന്നലെ ഞാൻ വാങ്ങി തന്നില്ലേ, അത് മതി, പ്രശാന്ത് പറഞ്ഞു. എനിക്ക് തോന്നി നീ അത് തന്നെ പറയുമെന്ന്. കോള് കട്ട് ചെയ്ത് ഉമ്മ വാതിലിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഞാൻ വേഗം എഴുന്നേറ്റ് ചെയറിൽ പോയിരുന്ന് റീൽസ് നോക്കി കണ്ടു. മാനു, എടാ ചോറ് കഴിച്ച് വേഗം കിടന്നുറങ്ങാൻ നോക്ക്, എനിക്ക് ഉറക്കം വരുന്നു, വാതിൽ തുറന്ന ഉമ്മ എന്നോട് പറഞ്ഞു. ആ ശരി ഉമ്മ, ഞാൻ പറഞ്ഞു. ഉറക്കം വന്നിട്ടൊന്നുമല്ല, അവൻ വരുന്നുണ്ടല്ലോ. നിങ്ങളുടെ കള്ളക്കളിയൊക്കെ എനിക്കറിയാം, അത് നിങ്ങൾക്കറിയില്ലല്ലോ, ഞാൻ മനസ്സിൽ പറഞ്ഞു. അന്ന് രാത്രി താഴെ നടക്കുന്നത് കാണാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉറക്കം വരാതെ കിടന്നു. ഒടുവിൽ വാതിൽ തുറന്ന് അടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഫോണെടുത്ത് നോക്കി. സമയം 2 മണി. ഇത്രയും സമയമോ? ഹോ, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ഉമ്മയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വല്യപ്പക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞ് ഇളയപ്പ വിളിക്കുന്നത്. ഞാൻ ബൈക്കെടുത്ത് എത്തിയപ്പോൾ ചലനമറ്റ് കിടക്കുന്ന വല്യപ്പയാണ് ഞാൻ കണ്ടത്. ഉപ്പാനെയും ഇളയപ്പയും ഞാൻ വിവരമറിയിച്ചു. ഇളയപ്പക്ക് വരാൻ പറ്റില്ല. ഉപ്പ അന്ന് തന്നെ അവിടെ നിന്ന് കയറി. പിറ്റേന്ന് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തറവാട്ടിൽ കുറച്ച് ദിവസം നിന്നു. 7 ദിവസം കഴിഞ്ഞ് എല്ലാവരും പോയി. അവസാനം ഇളയമ്മ മാത്രമായി. അന്ന് ഇളയമ്മ ഉപ്പയെ വിളിച്ച് എന്നെ തറവാട്ടിൽ കുറച്ച് ദിവസം നിർത്താൻ ചോദിച്ചു. ഇളയമ്മയ്ക്ക് കുറച്ച് ദിവസം ഒന്ന് ഓക്കെ ആകാൻ. അങ്ങനെ ഞാൻ വീണ്ടും തറവാട്ടിൽ പോയി. ആദ്യ 2 ദിവസം സാധാരണ പോലെ പോയി.
പിന്നെ ഇളയമയെ കാണുമ്പോൾ എനിക്കെന്തോ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്തൊക്കെയോ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ പൂവണിയുന്നുണ്ടായിരുന്നു. ആ കാര്യം ഞാൻ സുറുമിത്തയെ വിളിച്ച് പറയുമ്പോൾ സുറുമിത്ത എന്നോട് പറഞ്ഞു, എടാ ഒരു ചാൻസ് കിട്ടിയാൽ നീ ഒന്ന് മുട്ടി നോക്കുന്നു. അത് വേണോ? പ്രശ്നമാവൂലേ? ഞാൻ ചോദിച്ചു. ഒരു പ്രശ്നവും ഉണ്ടായില്ല, നീ ഒന്ന് മുട്ടി നോക്ക്, നിന്നെ കിട്ടിയാൽ പിന്നെ അവർ നിന്നെ വിടില്ല, സുറുമിത്ത പറഞ്ഞു. ഇത്ത വെറുതെ എന്നെ കുഴി ചാടിക്കാനാണോ ഈ പറയുന്നത്? ഞാൻ ചോദിച്ചു. നീ വേണമെങ്കിൽ ചെയ്, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ഇളയമ്മയെ ചുറ്റിപ്പറ്റി നിന്നും ഓരോന്ന് ചോദിച്ചു. ഇളയപ്പയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇളയമ്മ പതുക്കെ മനസ്സ് തുറന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഉള്ളിലെവിടെയോ പ്രശ്നങ്ങളുള്ളതായി എനിക്ക് തോന്നി. എൻ്റെ നോട്ടവും ചോദ്യവും അവർ ശ്രദ്ധിച്ചു. എന്താ മാനു, നിനക്ക് എന്നോടിപ്പോൾ ഒരു സ്നേഹം? ഇളയമ്മ എന്നോട് ചോദിച്ചു. എനിക്കെപ്പോഴും സ്നേഹമുണ്ട്, നിങ്ങളത് കാണാത്തത് കൊണ്ടാണ്, ഞാൻ പറഞ്ഞു. എന്തു പറ്റി? നിനക്ക് പതിവില്ലാതെ ഒരു ചുറ്റിക്കളി? ഓ, നിങ്ങൾക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതി. ഇപ്പോൾ അതും സംശയമാണോ? ഞാൻ ചോദിച്ചു. ഞാൻ കാണുന്നുണ്ട് നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. എന്താ ഇളയമ്മ അങ്ങനെ പറഞ്ഞേ? എടാ, നീ എങ്ങോട്ടാ നോക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും ഞാനൊന്ന് നെട്ടി. അത് പിന്നെ എനിക്ക് എന്താ പറയുകയെന്നറിയാതെ ഞാൻ നിന്ന് തിരിഞ്ഞു. ചീത്ത കൂട്ടൊക്കെ കൂടി നീ എന്തൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നേ? ഇളയമ്മ എന്നോട് പറഞ്ഞു. ഞാനൊരു ചീത്തയൊക്കെ പ്രതീക്ഷിച്ചു. അപ്പോഴാണ് ഇളയമ്മ ഇങ്ങനെ പറഞ്ഞത്. മാനു, എന്താ നീ മിണ്ടാത്തത്? ഞാൻ ഉമ്മയോട് പറയണോ? വേണ്ട, എനിക്കറിയാതെ പറ്റിപ്പോയതാ, ഞാൻ പറഞ്ഞു. ശരി ശരി, ഞാൻ പറയുന്നില്ല, നീ പേടിക്കണ്ട. അതുപോട്ടെ, നീ എന്തിനാ അങ്ങനെ നോക്കുന്നത്? അത് വെറുതെ നോക്കുന്നതാ, ഞാൻ പറഞ്ഞു. നീ കള്ളൊന്നും പറയണ്ട, സത്യം പറ, എന്തിനാ? അത് എല്ലാം ഇളയമ്മയ്ക്ക് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? അത് നിന്റെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ. എന്താ പറ, ഇളയമ്മ വീണ്ടും പറഞ്ഞു. അത് ഞാൻ പറഞ്ഞാൽ ഇളയമ്മ ദേഷ്യപ്പെടുമോ? അത് കാര്യം കേട്ടാലേ എനിക്ക് പറയാൻ പറ്റൂ, ഇളയമ്മ പറഞ്ഞു. എന്നാ ഞാൻ പറയുന്നില്ല. പറ മാനു, ഞാൻ ദേഷ്യപ്പെടില്ല, ഇളയമ്മ പറഞ്ഞു. അത് എനിക്കിഷ്ടമാ നിങ്ങളെ. ആഹാ, നീ ആളെ കൊള്ളാലോ. എന്നിട്ടെന്താ? വേറെ ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി നിന്റെ ആഗ്രഹം എന്താണെന്ന്. ഞാൻ മൂളി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നിന്റെ ആഗ്രഹം സാധിച്ചു തരട്ടെ? ഇളയമ്മ ചോദിച്ചു. ഞാൻ വീണ്ടും ഒന്ന് മൂളി. അല്ല, ആരെങ്കിലും അറിഞ്ഞാലോ? ഇളയമ്മ ചോദിച്ചു. ആരും അറിയില്ല. ആണോ? എന്നാ ഇന്ന് രാത്രി നമുക്ക് എൻ്റെ റൂമിൽ കിടക്കാം. അത് മുത്തു, ഇളയമ്മയുടെ 8 വയസ്സുള്ള മൂത്ത മോനാണത്. അവൻ കാണില്ലേ? ഞാൻ ചോദിച്ചു. എടാ, അവനെ അപ്പുറത്തെ റൂമിൽ കിടത്താം, അവൻ ഉറങ്ങിയിട്ട് നീ റൂമിലേക്ക് വന്നാൽ മതി, ഇളയമ്മ പറഞ്ഞു. ആണോ? അതും പറഞ്ഞ് സന്തോഷത്തോടെ ഞാൻ ഇളയമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ പോയപ്പോൾ ഇളയമ്മ, ഡാടാ, ഇവിടെ വെച്ച് വേണ്ട, ആരെങ്കിലും കാണും, നിന്റെ പൂതി രാത്രി തീർക്കാം, ഇളയമ്മ പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ ഇളയമ്മയെ നോക്കി ചിരിച്ചു. രാത്രിയായി, കുട്ടികൾ ഉറങ്ങി. ഞാൻ ഇളയമ്മ വിളിക്കുന്നതിന് വേണ്ടി കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇളയമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. എന്താ മാനു, നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുകയാണോ? കിടക്കണ്ടേ? ഇളയമ്മ ചോദിച്ചു. ആ, വേണം, ഞാൻ പറഞ്ഞു. ഇളയമ്മ എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവിടെ വെച്ച് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച എൻ്റെ ഇളയമ്മയുടെ കൂടെ ഞാൻ നന്നായി ആഘോഷിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇളയമ്മയോട്, ഇളയമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ മാനു, താങ്ക്സ്, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, നീ അടിപൊളിയാട്ടോ, ഇളയമ്മ പറഞ്ഞു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ഉപ്പ തിരിച്ചൊമാനിലേക്ക് പോയി. പോകുന്നതിൻ്റെ ഒരാഴ്ച വരെ ഞാൻ തറവാട്ടിൽ ഇളയമ്മയുടെ കൂടെ ശരിക്കും അടിച്ചു പൊളിച്ചു. പലതവണ ഞാൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോരാൻ നിൽക്കുമ്പോൾ ഇളയമ്മയ്ക്ക്
എന്നെ പറഞ്ഞു വിടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. തറവാട്ടിൽ ശരിക്കും ഒറ്റയ്ക്കായി ഇളയമ്മ. ഇടയ്ക്ക് ഇളയമ്മ ഉമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കും. ഉപ്പ പോയി 4 ദിവസം കഴിഞ്ഞ് ഞാനും ഉമ്മയും പുത്തനത്താണിയിൽ ഉമ്മാൻ്റെ വീട്ടിൽ പോയി. ഉമ്മുമ്മാനെ കണ്ട് സംസാരിച്ച് ഞാൻ അടുക്കളയിൽ പോയി. പതിവ് പോലെ സാബിറ അമ്മായി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നെ കണ്ട അമ്മായി, എന്താ മാനു ഇങ്ങനെ മിണ്ടാതെ നോക്കി നിൽക്കുന്നേ? അതമ്മായി, അമ്മായി ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ സുന്ദരിയായി വരികയാണല്ലോ. ഹാ, കണ്ണു വെക്കാതെ ചെക്ക, എന്നാലും നിൻ്റെ ഉമ്മാൻ്റെ അത്ര ഇല്ലട്ടോ, അമ്മായി പറഞ്ഞു. അങ്ങോട്ട് വന്ന ഉമ്മ അപ്പോൾ, എടാ നീ സ്കൂട്ടർ എടുത്ത് വീട്ടിലേക്ക് വൈകുന്നേരം പോര്. ഞാൻ സുറുമിയുടെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുക, വരാൻ കുറച്ച് വൈകും, ഉമ്മ പറഞ്ഞു. ആ ഓക്കെ. അല്ല, അങ്ങോട്ട് നിങ്ങൾ എങ്ങനെ പോകും? ഞാൻ ചോദിച്ചു. അതവൾ അന്ന് വീട്ടിൽ വന്നില്ലേ, അവനെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ എന്നോട് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പറഞ്ഞു. ഉമ്മ കുറച്ച് കഴിഞ്ഞ് പോയി. ഞാൻ ഫോണെടുത്ത് സുറുമത്തെ വിളിച്ചു. എന്താ അഫ്സൽ, ഇളയമ്മയെ കിട്ടിയപ്പോൾ എന്നെ മറന്നോ? വിളിയുമില്ല, ഇങ്ങോട്ട് വരുന്നുമില്ല നീ, സുറുമിത്ത എന്നോട് പറഞ്ഞു. ഏയ് അതൊന്നും ഇല്ല ഇത്ത, വരാൻ ഒരവസരം ഒത്തു വന്നില്ല, അതുകൊണ്ടാ, ഞാൻ പറഞ്ഞു. അല്ല, ഉമ്മ വിളിച്ചിരുന്നു നിങ്ങൾക്ക്? ഞാൻ ചോദിച്ചു. ഇല്ലല്ലോ, ഇന്നലെ വിളിച്ചിരുന്നു. എന്താ നീ അങ്ങനെ ചോദിച്ചത്? ഇത്ത എന്നോട് ചോദിച്ചു. അത് നിങ്ങളുടെ കൂടെ കൂട്ടുകാരെ കാണാൻ പോവാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതാണല്ലോ. ഓ ആണോ? അത് പ്രശാന്തിൻ്റെ കൂടെ പുറത്ത് പോയതാകും. അവർ പോയി എൻജോയ് ചെയ്യട്ടേടാ, നീ ഇങ്ങോട്ട് വന്നാൽ നിനക്കും എൻജോയ് ചെയ്യാം, ഇത്ത പറഞ്ഞു. അതിത്ത, ഞാനിപ്പോൾ പുത്തനത്താണിയിൽ ഉമ്മാൻ്റെ വീട്ടിലാണ്, നാളെ വരാം. എന്നാ നാളെ വാ. അല്ല, എന്താ അമ്മയെ നോക്കാണോ നീ? ഇത്ത ചോദിച്ചു. ഒന്ന് പോയിത്ത. അങ്ങനെ ഫോൺ വെച്ച് ഞാൻ അമ്മായിയുടെ അടുത്തേക്ക് ചെന്നു. ഈ സമയം സുറുമി പ്രശാന്തിനെ ഫോൺ വിളിച്ചു. ഫോൺ റിങ് അടിച്ചപ്പോൾ പ്രശാന്ത് ഫോൺ നോക്കി. ആരാ പ്രശാന്ത്? നബീല അവനോട് ചോദിച്ചു. സുറുമിത്തയാണ്. എടുക്ക്, എന്നിട്ട് സ്പീക്കർ ഇട്, നബീല പറഞ്ഞു. പ്രശാന്ത് ഫോണെടുത്ത് സ്പീക്കറിലിട്ടു. അപ്പോൾ സുറുമി, ഹലോ, എന്താ പ്രശാന്ത്, കൂട്ടുകാരെ നിനക്കിപ്പോൾ കാണാതെ ഇരിക്കാൻ പറ്റാതെ ആയോ? എന്താടി, നിനക്ക് അസൂയുണ്ടോ? നബീല അവളോട് ചോദിച്ചു. ഒന്ന് പോടി, നിൻ്റെ കെട്ടിയവൻ ഗൾഫിൽ പോയപ്പോൾ ഞാനല്ലേ ഇവനെ നിനക്ക് തന്നത്. ആ പിന്നെ നിൻ്റെ മോൻ വിളിച്ചിരുന്നു, സുറുമി പറഞ്ഞു. ആണോ? എന്നിട്ട് എന്താ ചോദിച്ചത്? അത് നീ എൻ്റെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയത്, അവനറിയാം നീ ആരുടെ കൂടെയാണെന്ന്, സുറുമി പറഞ്ഞു. ഇവൾക്ക് അവൻ കെട്ടിയനോട് പറയുമോ എന്ന് പേടിയാണ്, പ്രശാന്താണ് അത് പറഞ്ഞത്. ഏയ് അവൻ ആരോടും പറയില്ല, അത് ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നീ എൻജോയ് ചെയ്യ് നബീല, നമ്മുടെ ജീവിതം മറ്റാർക്കും വേണ്ടി കളയാനുള്ളതല്ല, സുറുമിത്ത ഉമ്മയോട് പറഞ്ഞു. ഓ ഇത്ത, നിങ്ങളാണ് യഥാർത്ഥ കൂട്ടുകാരി. അല്ല, അഫ്സലിനറിയോ നിങ്ങളാണ് ഇവളെ ഇങ്ങനെ ആക്കിയതെന്ന്? പ്രശാന്ത് സുറുമിത്തയോട് ചോദിച്ചു. അതിൻ്റെ ഗുണം നിനക്കും കിട്ടുന്നില്ലേടാ, സുറുമിത്ത അവനോട് പറഞ്ഞു. എടി, നീ പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ്, അല്ല അവൻ ആരോടെങ്കിലും പറഞ്ഞ് കാണുമോടി, നബീല ചോദിച്ചു. ഏയ് ഒരിക്കലും ഇല്ലടി, പ്രശാന്ത് വീട്ടിൽ വരുന്നതെല്ലാം അവനറിയാം, വെറുതെ നീ അവനെ ഉറക്കിക്കെടുത്താണെന്ന് നിൽക്കണ്ട, സുറുമി പറഞ്ഞു. എനിക്കറിയില്ല, ഇപ്പം അവനെ നോക്കാൻ പോലും എനിക്ക് മടിയാ, എന്നോട് അവന് വെറുപ്പുണ്ടാകുമോ, നബീല ചോദിച്ചു. എടി, ഇത് ഞാൻ അവനോട് ചോദിച്ചായിരുന്നു, അപ്പോൾ അവൻ പറയുന്നത് ഉമ്മാനെ വെറുക്കാൻ ഉമ്മ മാത്രമല്ലല്ലോ കാരണം, ഉപ്പയും കൂടി അല്ലേ എന്ന്. അവൻ അങ്ങനെ പറഞ്ഞോടി? ആടി, അതാ ഞാൻ പറഞ്ഞത്, ഇനി ഒളിഞ്ഞും ഭാഗത്തുള്ള കളി നിർത്ത്, അവന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. നോക്കട്ടെ. ഫോൺ വെച്ചതിന് ശേഷം പ്രശാന്തും നബീലയും ആലപ്പുഴയിലേക്ക് പോയി. ഞാൻ സബീറ അമ്മായിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. സുഹേലിക്ക വരുന്നില്ലേ അമ്മായി? ഞാൻ ചോദിച്ചു. ആടാ, ഇനിയും ഒരു കൊല്ലമുണ്ട് വരാൻ, അമ്മായി പറഞ്ഞു. നിങ്ങളെ ഞാനാണ് കിട്ടിയതെങ്കിൽ എവിടെയും പോകില്ല, കൂടെ തന്നെ ഉണ്ടാകും.
ആഹാ, ആണോ? കുറച്ച് ദിവസമായിട്ട് നിനക്ക് കോഴിത്തരം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, അമ്മായി പറഞ്ഞു. ആഹാ, അത് കൊള്ളാം. ഞാനൊരു കമ്പനി തന്നപ്പോൾ ഞാൻ കോഴിയാണെന്നോ? എന്നാൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. എടാ പോവല്ലേ, നിന്നോടൊന്നും പറയാനും പറ്റില്ലല്ലോ. നിനക്ക് എന്നും വന്നൂടെ ഇങ്ങോട്ട്? ശരിക്കും നീ വരുമ്പോഴാണ് ഞാനിന്ന് ചിരിക്കുന്നത്, അമ്മായി പറഞ്ഞു. അതെന്താ? ഞാൻ ചോദിച്ചു. അത് ഇവിടെ ആരാ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ? ഇക്ക വിളിക്കും, സംസാരിക്കുമ്പോൾ കടയിൽ ആൾ വന്നെന്ന് പറഞ്ഞ് വെക്കും. പിന്നെ രാത്രി ഉറക്കം വന്ന സമയത്ത് വിളിക്കും, അപ്പോൾ ഒന്ന് ശരിക്ക് സംസാരിക്കാനും പറ്റില്ല, അമ്മായി പറഞ്ഞു. ആണോ? അപ്പോൾ ഉമ്മുമ്മ ഒന്നും സംസാരിക്കില്ലേ? ഞാൻ ചോദിച്ചു. ഓ, അവരിപ്പോൾ ആ റൂമിൽ നിന്നും ഭക്ഷണം കഴിക്കാനല്ലാതെ പുറത്തേക്ക് ഇറങ്ങാറുണ്ടോ? ഓ, ആണോ? എനിക്ക് എന്നും വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ എന്നും വന്നാൽ എനിക്ക് നിങ്ങളോട് പ്രേമായാലോ? ഞാൻ ചോദിച്ചു. ഡാ ചെക്ക, വേണ്ടട്ടോ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, അമ്മായി പറഞ്ഞു. അമ്മായി, ഞാൻ തമാശ പറഞ്ഞതല്ല, എനിക്ക് അമ്മായെ ഇഷ്ടമാണ്. അതും പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് എൻ്റെ ചെവിയിൽ ഒരു പൊന്നിച്ച പാറുന്ന രീതിയിൽ ഒരടി പൊട്ടി. എൻ്റെ കവിൾ ചുവന്നു. എൻ്റെ കവിളിൽ അടയാളം തെളിഞ്ഞു വന്നു. ഞാൻ അവിടെ നിന്ന് വേദന കൊണ്ട് കണ്ണു നിറഞ്ഞു നിന്നു. സബീർ അമ്മായിക്ക് ആകെ സങ്കടമായി. എൻ്റെ ഉമ്മ പോലും ഇതുവരെ എന്നെ അടിച്ചിട്ടില്ല. എല്ലാവരുടെയും പൊന്നാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എല്ലാവർക്കും വലിയ വിഷമമാണ്. അമ്മായി എൻ്റെ അടുത്ത് വന്ന് സങ്കടത്തോടെ എന്നെ വിളിച്ചു. മാനു, നിനക്ക് വേദനിച്ചോ? അത് ഞാൻ നീ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പറ്റിപ്പോയതാ. എവിടെ നോക്കട്ടെ? സാരില്ല അമ്മായി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് അമ്മായിയെ കണ്ടപ്പോൾ അറിയാതെ. സോറി അമ്മായി, ഞാൻ പറഞ്ഞു. എവിടെ നോക്കട്ടെ, നീ കൈ മാറ്റിക്കേ, അമ്മായി പറഞ്ഞു. ഞാൻ മുഖം പോക്കി. എൻ്റെ കലങ്ങിയ കണ്ണും വെളുത്ത കവളും ചുവന്ന കൈവിരലുടെ അടയാളം കണ്ട് അമ്മായിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അകത്തുപോയി മരുന്നെടുത്തു കൊണ്ടുവന്ന് പുരട്ടിത്തന്നു. അമ്മായിക്ക് കരച്ചിൽ വന്നു. മരുന്ന് തേക്കുമ്പോൾ എനിക്ക് നീറ്റൽ വന്നു. ഞാനത് പുരട്ടാൻ സമ്മതിച്ചില്ല. മാനു, ഞാൻ പതുക്കെ തേക്കാം, വേദനിക്കില്ല, നീ നല്ല കുട്ടിയല്ലേ, അമ്മായി പറഞ്ഞു. അന്ന് ഉമ്മുമ്മാൻ്റെ അടുത്തേക്ക് പിന്നെ ഞാൻ പോയില്ല. ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് ഞാനൊന്ന് മയങ്ങിയ ശേഷം വീട്ടിലേക്ക് പോവാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മായി പറഞ്ഞു. മാനു, നിനക്കെന്നോട് വെറുപ്പായോ? ഒരിക്കലുമില്ല, അത് സാരില്ല അമ്മായി. ഉമ്മ ചോദിച്ചാൽ നീ എന്താ പറയുക? അറിയില്ല, അതാ ഒരു പ്രശ്നം, ഞാൻ പറഞ്ഞു. എന്നാ നീ ഇന്ന് പോവണ്ട, ഇവിടെ നിന്നു. ആ മരുന്ന് ഒരു വട്ടം കൂടി തേച്ചിട്ട് നാളെ പോകാം. അപ്പോഴേക്കും ആ പാട് പോകും. നല്ല കുട്ടിയല്ലേ. ഉമ്മ ഒറ്റയ്ക്കല്ലേ, ചിലപ്പോൾ ഉമ്മ സമ്മതിക്കില്ല, ഞാൻ പറഞ്ഞു. അത് സാരില്ലടാ, ഞാൻ വിളിച്ച് പറയാം. അമ്മായിൻ്റെ സങ്കടം കണ്ട് ഞാൻ സമ്മതിച്ചു. അങ്ങനെ അമ്മായി ഉമ്മനെ വിളിച്ചു പറഞ്ഞു. അന്ന് ഞാൻ അവിടെ നിന്നു. എനിക്കറിയാം, ഉമ്മ ഒരിക്കലും തനിച്ച് നിൽക്കില്ല. പ്രശാന്തേട്ടൻ ഇന്ന് കൂട്ടുണ്ടാകും. അവർക്കിത് ഒരവസരവുമായി. നീ എന്താടാ ഈ ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുന്നത് കണ്ട് അമ്മായി ചോദിച്ചു. ഒന്നുമില്ല മാനു, ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ മരുന്ന് ഒന്നുകൂടി തേച്ച് തരാട്ടോ, അമ്മായി പറഞ്ഞു. വേണ്ട അമ്മായി, രാത്രി ഞാൻ തേച്ചോളാം. ഈ സമയം ഉമ്മയും പ്രശാന്തും. എടാ, എന്നെ സുർമാൻ്റെ വീട്ടിൽ ഇറക്കിയാൽ മതി, വീട്ടിലേക്ക് പോവണ്ട, നബീല പ്രശാന്തിനോട് പറഞ്ഞു. അപ്പോൾ ഇന്ന് പൊളിക്കാനുള്ള തീരുമാനമാണല്ലേ, പ്രശാന്ത് ചോദിച്ചു. നിനക്കല്ലേ ഇന്ന് ലോട്ടറി അടിച്ചത്, ഇന്ന് ഞങ്ങളെ ഒരുമിച്ച് കിട്ടൂലേ? അവളെ വിളിച്ച് പറഞ്ഞപ്പോൾ എന്താ അവൾ പറഞ്ഞത്, പ്രശാന്ത് ചോദിച്ചു. അത് അവൾ പാർലറിൽ പോയേക്കാ, ഒന്ന് മിനുങ്ങാനുണ്ടെന്ന് പറഞ്ഞു. അതേതായാലും കലക്കും, ഒന്ന് പോടാ, രണ്ടും കൂടി എന്നെ കൊല്ലാതിരുന്നാൽ മതി, പ്രശാന്ത് പറഞ്ഞു. അങ്ങനെ പ്രശാന്തും നബീലയും നേരെ സുറുമിയുടെ വീട്ടിലേക്ക് പോയി. സുറുമി വാതിൽ തുറന്ന് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. കുറച്ച് സമയം അവർ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് സുറുമിയുടെ കൂടെ അവളുടെ പാർലറിലേക്ക് അവർ 3 പേരും കൂടി പോയി. സമയം 6 മണിയായി. ഇരുട്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. അല്ല,
ഇവിടെ നിനക്കൊരു സ്റ്റാഫില്ലേ, അവൾ എവിടെ പോയി? നബീല ചോദിച്ചു. അത് അവൾക്ക് വേറെ വർക്കുണ്ട്, അതിന് പോയതാ, സുറുമി പറഞ്ഞു. പെട്ടെന്ന് സ്റ്റാഫ് അങ്ങോട്ടേക്ക് വന്നു. മാഡം, ഞാൻ പോട്ടെ ഇനി, അവർ സുറുമിയോട് പറഞ്ഞു. ഓക്കെ, ചാവി രാവിലെ വീട്ടിൽ വന്ന് വാങ്ങിക്കോ, സുറുമി പറഞ്ഞു. ഓക്കെ മാം. എന്നാൽ നിങ്ങൾ റെഡിയായി നിൽക്ക്, ഞാൻ അപ്പോഴേക്കും വരാം, പ്രശാന്ത് പറഞ്ഞു. എടാ, കുടിച്ചിട്ട് വരണ്ട, പിന്നെ ഞാൻ പറഞ്ഞ സാധനം ഇല്ലേ, അതും മേടിച്ചോണ്ട് വാ, സുറുമി പറഞ്ഞു. ഓക്കെ ഇത്ത, ഞാൻ ഏറ്റു, പ്രശാന്ത് പറഞ്ഞു. അങ്ങനെ പ്രശാന്ത് പോയി കഴിഞ്ഞപ്പോൾ സുറുമി നബീലയോട്, എന്താ നബീല, നീ അവനെ ഇപ്പോൾ വിടുന്നേ ഇല്ലല്ലോ, എന്തായിരുന്നു നീ അന്ന് പറഞ്ഞത്? എൻ്റെ ഇക്കനെ ചതിക്കാൻ എനിക്ക് പറ്റൂല, എൻ്റെ മോനറിയും എന്നൊക്കെയല്ലേ. ഇപ്പോൾ എന്താ, മോൻ അറിഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ, പിന്നെ കെട്ടിയോൻ മൂപ്പര് ഒന്നും അറിയേയില്ല. എടി അത് പിന്നെ, നബീല നിന്ന് വിക്കി, വാടി നമുക്കൊരുങ്ങാം, സുറുമി പറഞ്ഞു. എങ്ങനെ? നീ വാ, ഞാൻ നിന്നെ ഒരു സ്വർഗഹൂറിയാക്കി മാറ്റും, എന്താ പോരെ? എടി അത്രയൊക്കെ വേണോ? നീ വാടി. അങ്ങനെ സുറുമിയും നബീലയും ഒരുങ്ങാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും ഒരുങ്ങിക്കഴിഞ്ഞു. രണ്ടുപേരെയും ഇപ്പോൾ കാണാൻ രണ്ട് രാജകുമാരിയെ പോലെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രശാന്ത് കയറി വന്നു. പിന്നെ അവിടെ നടന്നത് ഒരു മത്സരമായിരുന്നു. 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി മത്സരിച്ചു. അങ്ങനെ സുറുമിത്തയും ഉമ്മയും പ്രശാന്തും കൂടി അടിച്ചു പൊളിച്ചു. അവർ എല്ലാം കഴിഞ്ഞ് എപ്പോഴും ഉറങ്ങിപ്പോയി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പ്രശാന്ത് ജിമ്മിൽ പോകാനുള്ളത് കൊണ്ട് അവിടുന്ന് പോന്നു. രാവിലെ 8 മണിയായപ്പോൾ സുറുമിയും നബീലയും ചായയൊക്കെ കുടിച്ചു. എടി, ഇന്നലെ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്? സുറുമി, എനിക്കെന്തോ പേടിയാവുന്നു, നബീല പറഞ്ഞു. എന്തിന്? സുറുമി ചോദിച്ചു. എടി, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ നമുക്ക് ഒരു ഫാമിലി ഉണ്ട്, എല്ലാം തകരില്ലേ? ഓ, തുടങ്ങി അവൾ രാവിലെ തന്നെ നെഗറ്റീവ് അടിക്കാൻ. എടി, നീ ഇതൊന്ന് തിരിച്ച് ചിന്തിച്ചു നോക്കും, ഇതൊക്കെ ഇനി വയസ്സാം കാലത്ത് കെട്ടിയിട്ട് എന്തിനാടി? എടി, എന്നാൽ ഞാൻ വീട്ടിൽ പോട്ടെ, നബീല ചോദിച്ചു. ആടി, ഞാൻ കൊണ്ടുവിടാം, അതും പറഞ്ഞുകൊണ്ട് സുറുമി നബീലയെ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇന്നലെ ആ ഡ്രസ്സിൽ നീ നല്ല സുന്ദരിയായിരുന്നു കേട്ടോ, സുറുമി നബീലയോട് പറഞ്ഞു. ആണോടി, ഞാൻ ആദ്യമായിട്ടാണ് അതുപോലെ ഡ്രസ്സ് ഇടുന്നത്, നബീല പറഞ്ഞു. നിനക്ക് എപ്പോഴും ഇട്ടൂടെ, നല്ല ഭംഗിയുണ്ടാകും. അത് എടി, ഇക്കാക്ക് ഇഷ്ടാകൂല, മാത്രമല്ല മോൻ്റെ മുന്നിൽ അങ്ങനെയൊക്കെ എനിക്ക് എന്തോ മടിയാടി. എടി, ഇക്ക ഗൾഫിലല്ലേ, വരുമ്പോൾ ഇടാണ്ടിരുന്നാൽ പോരെ? പിന്നെ അഫ്സൽ, അവനിനി എന്താ കണ്ടാൽ, എല്ലാം കണ്ടില്ലേ അവൻ, സുറുമി പറഞ്ഞു. എടി, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ, സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എനിക്കിത് എന്താ പറ്റിയതെന്ന്, നബീല പറഞ്ഞു. നിന്റെ പേടിയൊക്കെ ഞാൻ ഇപ്പോൾ മാറ്റിത്തരാം, അതും പറഞ്ഞ് സുറുമി നബീലയുടെ അടുത്തേക്ക് ചെന്നു. പതിയെ അവർ രണ്ടുപേരും അങ്ങ് തുടങ്ങി. ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് സുറുമി നബീലയോട് ചോദിച്ചു. എടി, ഞാൻ നിനക്ക് പുതിയൊരാളെ തരട്ടെ? അതാരാ? നബീല ചോദിച്ചു. നിന്റെ മോൻ്റെ കൂട്ടുകാരൻ ദാസ്. എടി, അവനോ? അത് വേണ്ട, എന്നെ വലിയ ബഹുമാനമാണ് അവന്. അത് സാരില്ല, ഞാൻ വിളിക്കാം, പുറത്താണ് അവൻ്റെ വീട്. സുറുമി ദാസിനെ വിളിച്ചു വരുത്തി. 10 മിനിറ്റ് കൊണ്ട് അവൻ വീട്ടിലേക്ക് വന്നു. എന്താ ഇത്ത, എന്തിനാ വിളിച്ചേ? ദാസ് ചോദിച്ചു. സുറുമി അവനെ വീടിൻ്റെ അകത്തേക്ക് കയറ്റി വാതിലടച്ചു. എടാ, നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരട്ടെ? സുറുമി ചോദിച്ചു. ആഹാ, ഇന്ന് ഞാൻ ആരെയാണെന്നാവോ കണി കണ്ടത്, എന്നും അയാളെ കണ്ടിരുന്നെങ്കിൽ, ദാസു പറഞ്ഞു. അല്ല, ആരാ ആള്? അത് നിനക്കറിയാവുന്ന ഒരാളാണ്, വാ. റൂമിൻ്റെ വാതിൽ തുറന്ന് നബീലെ കണ്ട ദാസ് നെട്ടി അത്ഭുതത്തോടെ നോക്കി. എന്താ, അറിയോ ഇവളെ? സുറുമി ചോദിച്ചു. ഇത്ത, ഇതെൻ്റെ ഫ്രണ്ട് അഫ്സലിൻ്റെ ഉമ്മയാണ്. ഇത്ത, നിങ്ങളെന്താ ഇവിടെ? ദാസ് ചോദിച്ചു.
എടാ, ഇത് എൻ്റെ കൂട്ടുകാരിയാണ്. പിന്നെ ഇത് അഫ്സൽ അറിയരുത്, സുറുമി പറഞ്ഞു. ഏയ് ഇല്ലിത്ത, ഞാൻ വീട്ടിൽ വരുമ്പോഴൊക്കെ എത്തിയെ കണ്ട് എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാമോ, ദാസ് പറഞ്ഞു. സുറുമി ദാസിനെ നബീലയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഇരുത്തി അവർക്ക് ഒരു തുടക്കം നൽകി കൊടുത്തു. മകൻ്റെ കൂട്ടുകാരൻ്റെ മുന്നിൽ അല്പം നാണിച്ചവൾ പോകെ പോകെ നാണമെല്ലാം മറന്നു. കാണുമ്പോഴൊക്കെ ആഗ്രഹിച്ചിരുന്ന തൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മയെ പതുക്കെ അവൻ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ദാസിനെ ആദ്യം കണ്ടപ്പോൾ കുറച്ച് പേടിച്ചെങ്കിലും പതിയെ പതിയെ നബീല അവൻ്റെ ഒപ്പം കൂടി. പരിപാടിയുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ ദാസ് നബീലയോട് ചോദിച്ചു, നബീല, നിനക്കിഷ്ടായോ? ഇത്ര നാൾ തന്നെ ഇത്തായെന്ന് വളരെ ബഹുമാനത്തോടെ വിളിച്ചിരുന്ന അവനിൽ നിന്നും തൻ്റെ പേര് പറഞ്ഞുള്ള വിളി കേട്ടപ്പോൾ നബീലയ്ക്ക് അവനോട് എന്തോ ഒരിഷ്ടം തോന്നി. അത് ദാസ്, അഫ്സൽ അവനിതൊന്നും അറിയരുത്, നബീല പറഞ്ഞു. ഇല്ല, ഒരിക്കലും അറിയില്ല, ദാസ് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരുന്ന സുറുമി അവരോട്, ആഹാ അത് ശരി, എന്താ ഇത് രണ്ടും കൂടി ഇത്ര പെട്ടെന്ന് പ്രേമായോ? എന്താ നബീല, മോൻ്റെ കൂട്ടുകാരനെ നിനക്ക് ഇത്ര പെട്ടെന്ന് ഇഷ്ടമായോ? സുറുമി ചോദിച്ചു. നബീല ആകെ കൈവിട്ടു പോയിരുന്നു. പെട്ടെന്നാണ് അവളുടെ ഫോൺ ബെല്ലടിക്കുന്നത് അവർ കേട്ടത്. നോക്കുമ്പോൾ അഫ്സലായിരുന്നു. മകൻ്റെ ഫോൺ വരുമ്പോഴും അവളത് നോക്കാതെ അവൾ വേറെ ഏത് ലോകത്ത് തന്നെ മയങ്ങിയിരിക്കുമായിരുന്നു. പക്ഷെ സുറുമി ആ ഫോൺ എടുത്തു. എന്താ അഫ്സൽ വിളിച്ചത്? അവൾ ചോദിച്ചു. ഉമ്മ എവിടെ? ഇവിടെ ഉണ്ടടാ. വീട്ടിലെത്തി, ഞാൻ വേഗം വരാൻ പറ, ഞാൻ പറഞ്ഞു. ആ, ഞാൻ പറഞ്ഞു നോക്കാം, സുറുമിത്ത പറഞ്ഞു. ഫോണിലൂടെ ഉമ്മാൻ്റെ പല രീതിയിലുള്ള ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞാൻ ഫോൺ വെച്ച് കാത്തിരുന്നു. അന്ന് ഏറെ സമയം കഴിഞ്ഞാണ് ഉമ്മ വീട്ടിലേക്ക് വന്നത്. ഞാൻ നോക്കുമ്പോഴെല്ലാം ഫോണിലും അല്ലെങ്കിൽ റൂമിനകത്തുമായി ഉമ്മ. ഉമ്മാക്കിപ്പോൾ ഒരുപാട് പുതിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉപ്പ അറിയും, പിന്നെ അത് പ്രശ്നമാകുമെന്ന് കരുതി ഞാൻ എല്ലാം കണ്ട് സഹിച്ചു മുന്നോട്ട് പോയി. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം നൽകിയും എൻ്റെ ഇഷ്ടത്തിന് നടക്കാൻ ഉമ്മ എന്നെ വിട്ടതോടെ എനിക്കും പിന്നെ അതൊരു പ്രശ്നമേ ആയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉപ്പാൻ്റെ പഴയൊരു കൂട്ടുകാരനായിരുന്ന റഫീഖിക്ക എന്നെ കാണുന്നത്. ഉപ്പ ഒരുപാട് ക്യാഷ് കടം കൊടുത്തത് തിരിച്ചു കൊടുക്കാനുണ്ട്. വെള്ളമടിയും അടിപിടിയുമായി നടക്കുന്ന അവർക്ക് പെരിന്തൽമണ്ണയിൽ ഒരു ഫാൻസി സ്റ്റോറുണ്ട്. ഭാര്യ അയാളുടെ പല സ്ത്രീബന്ധം കാരണം ഉപേക്ഷിച്ചു പോയതാണ്. വീട്ടിൽ ഒരനിയനും അയാളുടെ ഭാര്യയുമാണുള്ളത്. നാട്ടിലെല്ലാവർക്കും അയാളെ വലിയ പേടിയാണ്. ഉപ്പാക്കിപ്പോൾ അയാളെ കണ്ണിൽ കണ്ടൂടാ. എന്നോടും ഉമ്മയോടും അയാളെ കണ്ടാൽ മിണ്ടാൻ പോകരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്രീയത്തിലും പണക്കാരുടെ ഇടയിലും അയാൾക്ക് വലിയ സ്വാധീനമാണ്. എന്നെ കണ്ടു വിളിച്ച് അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്താടാ, നിൻ്റെ ഉപ്പ എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏയ് അതൊന്നുമില്ല, എനിക്ക് വേഗം പോകേണ്ടതുണ്ട്. നീ നിൽക്ക്, എനിക്കൊരു കാര്യം ചോദിക്കാനാണ്. എനിക്ക് കേൾക്കണ്ട, ഞാൻ പോവാ, ഞാൻ പറഞ്ഞു. എന്നാ ഞാൻ പ്രശാന്തിനോട് ചോദിച്ചോളാം. അതാരാ? ഞാൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അവനല്ലേ നിൻ്റെ ഉമ്മാൻ്റെ കൂടെ ഇപ്പോൾ നടക്കുന്നത്. ഇക്ക വെറുതെ തോന്നിയാസം പറയരുത്, ഞാൻ പറഞ്ഞു. എന്താടാ, നിനക്ക് തെളിവ് വേണോ? നീ പോയി നിൻ്റെ ഉമ്മയോട് ചോദിക്ക്, ഞാൻ നിൻ്റെ ഉപ്പയെ ഇതറിയിക്കണോ എന്ന്. അയാൾ പറഞ്ഞു. ഞാൻ നിന്ന് പരിങ്ങി ഒന്നും പറയാതെ അവിടെ നിന്ന് വേഗം പോന്നു. വീട്ടിലെത്തി ഞാൻ ആകെ ഒരു പേടിയോടെ ഇരിക്കുന്നത് കണ്ട് ഉമ്മ എന്നോട്, എന്താ മാനു, വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്ത് പറ്റി? അത് നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഇനി എന്ത് പറ്റാൻ? എന്താടാ, എന്താ നീ ഇങ്ങനെ പറയുന്നേ? എന്താ കാര്യം? ഉമ്മ വീണ്ടും ചോദിച്ചു. അത് ആ റഫീഖിക്ക എന്നെ കണ്ട് നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞു. അയാളോട് നീ എന്തിനാ മിണ്ടാൻ പോയത്? ഞാൻ പോയതല്ല, എന്നെ വിളിച്ചു നിർത്തി പ്രശാന്തേട്ടൻ്റെ കാര്യം പറഞ്ഞ് ഉപ്പയോട് പറയണോ എന്ന് എന്നോട് ചോദിച്ചു അവൻ. ഇത് കേട്ട ഷോക്കിൽ
ഉമ്മ അടുത്തുള്ള ചെയറിലിരുന്നു. എനിക്ക് ആകെ പേടിയാവുന്നു. അയാൾ ഉപ്പയെ അറിയിച്ചാൽ. ഹോ, എന്തിനാ ഉമ്മ നിങ്ങൾ ഇതിനൊക്കെ നിൽക്കുന്നത്? ഞാൻ ചോദിച്ചു. ഉമ്മ ഫോണെടുത്ത് പ്രശാന്തിനെ വിളിച്ചു. പ്രശാന്ത് കോൾ എടുത്തു. ഹലോ, എന്താ നബീല മോളെ? പ്രശാന്ത് ചോദിച്ചു. എടാ, ആകെ പ്രശ്നമാണ്. നമ്മുടെ ബന്ധം ആ റഫീഖിക്ക് അറിഞ്ഞു. ഉമ്മ പേടിയോടെ പറഞ്ഞു. ഏത്? ആ പാണ്ടിക്കാട് റഫീഖിക്കയോ? ആടാ, അത് തന്നെ. അത് അയാൾ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട, പ്രശാന്ത് പറഞ്ഞു. എടാ, അത് അയാൾ അഫ്സലിൻ്റെ ഉപ്പാൻ്റെ കൂട്ടുകാരനായിരുന്നു. അയാളിത് ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞാൽ പിന്നെ എല്ലാം തീരും, ഉമ്മ പറഞ്ഞു. ആദിത്ത, അയാളെ നേടാൻ എനിക്ക് പറ്റില്ല. അയാൾ ഒന്നിനും മടിക്കാത്തവനാ. എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് ഒഴിവാക്ക്, പ്രശാന്ത് പറഞ്ഞു. എടാ, നിന്നെ വിളിച്ചത് എന്തെങ്കിലും വഴി തേടിയാണ്, നിനക്കറിയില്ല, ഉമ്മ അതും പറഞ്ഞ് ഫോൺ വെച്ചു. എന്നിട്ടുമ്മ ആകെ വിഷമിച്ചിരുന്നു. അതുകണ്ട് ഞാൻ ഉമ്മയോട്, ഉമ്മ നമുക്ക് കുറച്ച് ക്യാഷ് കൊടുത്ത് നോക്കിയാലോ? എടാ, അതൊന്നും നടക്കില്ല. ഇപ്പോൾ പഴയ പോലെ അല്ല. ക്യാഷിൻ്റെ ആവശ്യമൊന്നും അയാൾക്കില്ല ഇപ്പോൾ, ഉമ്മ പറഞ്ഞു. എന്തെങ്കിലും ചെയ്ത് ഉപ്പയോട് പറയുന്നത് തടഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാകും ഉമ്മ, ഞാൻ പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ടൗണിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ വീടിൻ്റെ പുറത്ത് ഒരു ബുള്ളറ്റ് കണ്ടു. അകത്ത് കയറി ഞാൻ നോക്കിയപ്പോൾ റഫീഖിക്കെ കണ്ട് ഞാൻ ശരിക്കും നെട്ടി. ആ, ദാ മോനിത വന്നിരിക്കുന്നു. എന്താ ഇവൻ്റെ പേര്? അഫ്സർ അല്ലേ? എന്നെ കണ്ട അയാൾ ചോദിച്ചു. അല്ല, അഫ്സൽ, ഉമ്മയാണ് അതിന് മറുപടി പറഞ്ഞത്. ആ, അതന്നെ, ഞാൻ മറന്നു. അയാൾ എൻ്റെ തോളിലൂടെ കൈവച്ച് പുറത്തേക്ക് വന്നു. അഫ്സൽ, നീ മിടുക്കനാണ്. പിന്നെ മറ്റേ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. നിൻ്റെ ഉമ്മ ഒരു കാര്യം പറയുമ്പോൾ കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാ? അയാൾ പറഞ്ഞു. ഞാനൊന്നും മനസ്സിലാകാതെ അയാളെ നോക്കുമ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നിൻ്റെ ഉമ്മയെ. ഇതുപോലൊരുത്തിയെ നിൻ്റെ ഉപ്പാക്ക് കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് അസൂയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളായാൽ നിന്നെ പോലെ വേണം. ഉമ്മാൻ്റെ കൂടെ എന്തിനും കൂടെ നിൽക്കുന്ന നീ മിടുക്കനാണ്, അയാൾ പറഞ്ഞു. എന്നാൽ ഞാൻ പോട്ടേടാ, പിന്നെ വരാം. അയാൾ അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. അയാൾ പോയ ശേഷം ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് ചെന്നു. ഉമ്മ, അയാൾ എന്തിനാ ഇവിടെ വന്നത്? ഉപ്പാക്ക് അത് ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? ഉപ്പാൻ്റെ ക്യാഷ് എത്രയാ അയാൾ കൊടുക്കാനുള്ളത്? ഉമ്മാക്ക് ഇതൊന്നും ഓർമ്മയില്ലേ? ഞാൻ ചോദിച്ചു. മാനു, ഉമ്മാക്കറിയാം. പക്ഷേ അയാൾ ഉപ്പാൻ്റെ അടുത്തെങ്ങാനും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ പറയണോ? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, ഉമ്മ സങ്കടത്തോടെ പറഞ്ഞു. പക്ഷേ ഉമ്മ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് അയാളെ കണ്ടതെങ്കിലും അത് പിന്നെ മറ്റൊരു രീതിയിലേക്ക് മാറിയെന്ന് മാത്രമല്ല, പ്രശാന്ത് ഏട്ടൻ്റെ ഒപ്പം വീട്ടിലേക്ക് അയാൾ വരാനും തുടങ്ങി. ഉമ്മാക്ക് അതൊട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രശാന്ത് ഏട്ടൻ ഒരു അത്യാവശ്യ കാര്യത്തിന് മുമ്പേ വരെ പോയപ്പോൾ ഉമ്മാക്ക് പെട്ടെന്ന് റഫീഖിക്കാൻ്റെ ഫോൺ വന്നു. ആ സമയം ഉമ്മാക്കാണെങ്കിൽ പ്രശാന്ത് അടുത്തില്ലാത്ത ഒരു സങ്കടവും ഉണ്ടായിരുന്നു. ഉമ്മ കോൾ എടുത്തു. ഹലോ, ആരാ? ഉമ്മ ചോദിച്ചു. ഇത് നബീല അല്ലേ? ഞാൻ റഫീഖാണ്, അയാൾ പറഞ്ഞു. ഇക്ക, നിങ്ങൾക്കെങ്ങനെ എൻ്റെ നമ്പർ കിട്ടി? അത് ഞാൻ പ്രശാന്തിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയതാണ്, റഫീഖ് പറഞ്ഞു. ഓ, അല്ല, എന്താ ഇക്ക വിളിച്ചത്? ഉമ്മ ചോദിച്ചു. അത് പ്രശാന്ത് പോയതിൽ പിന്നെ നിന്നെ ഒന്ന് കാണാൻ പറ്റില്ല. നിന്നെ ഒന്ന് കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, റഫീഖ് പറഞ്ഞു. 2 തവണ എന്നെ വിശദമായി കണ്ടില്ലേ? പിന്നെ എന്താ? നബീല ചോദിച്ചു. അത് പിന്നെ ആദ്യത്തേത് കണ്ട ആവേശത്തിൽ ഒന്ന് ശരിക്കും കാണാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത്തേന് ആ പ്രശാന്ത് ഉണ്ടായപ്പോൾ അങ്ങനെയും പോയി, റഫീഖ് പറഞ്ഞു. അത് എൻ്റെ തെറ്റല്ലല്ലോ, നബീല പറഞ്ഞു. അല്ല, എൻ്റെ മോളുടെ തെറ്റല്ല. ഒരു കാര്യം ചെയ്, ഞാൻ വീട്ടിലേക്ക് വരട്ടെ. അഫ്സൽ ഉറങ്ങിയോ? റഫീഖ് ചോദിച്ചു. ഈ 8 മണിക്ക് തന്നെ ഉറങ്ങാനോ? ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞങ്ങൾ, നബീല പറഞ്ഞു. ആണോ? എന്നാ വേഗം പോയി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്.
അപ്പോൾ അവനും പോയി കിടന്നോളും. എന്നിട്ട് നീ എന്നെ വിളിക്ക്, റഫീഖ് പറഞ്ഞു. അത് ഇന്നിക്കാക്ക് ഫ്രീയുള്ള ദിവസമാണ്, വെള്ളിയാഴ്ച. കുറച്ച് കഴിഞ്ഞ് ഫോൺ വിളിച്ചാൽ ഒരുപാട് സമയം കഴിഞ്ഞ് ഫോൺ വെക്കോളൂ, നബീല പറഞ്ഞു. ഓ, നിൻ്റെ ഒരു ഇക്ക, ആ കോന്തൻ അസീസ് അല്ലേ? എന്താ ഇക്ക നിങ്ങൾ അങ്ങനെ പറയുന്നേ? ഒന്നുമില്ലെങ്കിലും എൻ്റെ മോൻ്റെ ഉപ്പയല്ലേ. ഇതുപോലെ ഒരു സുന്ദരിയെ, അതും നിന്നെപ്പോലെ ഒരുത്തിയെ ഇവിടെ നിർത്തിയിട്ട് ഗൾഫിൽ പോയി കിടക്കുന്ന അവനെ പിന്നെ എന്താ വിളിക്കുക, റഫീഖ് പറഞ്ഞു. ഞാൻ എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞ് നിൻ്റെ വീടിൻ്റെ പുറത്തെത്തും. അപ്പോൾ വിളിക്കുമ്പോൾ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും. പിന്നെ നാട്ടുകാർ കൂടിയാൽ എന്നെ പറയരുത്. തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ ഫോൺ കട്ട് ചെയ്തു. റൂമിൽ നിന്നും പുറത്തിറങ്ങി ഉമ്മ ഫോണിൽ റീൽസ് കാണുന്ന എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. മാനു, ചോറ് വിളമ്പട്ടേടാ. ഇത്ര നേരത്തെയോ? 8 ആയിട്ടുള്ളൂ, കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു. കഴിച്ചിട്ട് കുറച്ചു നേരം ഇരുന്ന് കിടന്നാൽ പോരെ, ഉമ്മ പറഞ്ഞു. എന്നാ വിളമ്പ്, എനിക്ക് കുറച്ച് മതി. വൈകുന്നേരം കപ്പ കഴിച്ചതുകൊണ്ട് വിശപ്പധികമില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞാൻ ലിവിങ് റൂമിൽ പോയിരുന്നു. ഉമ്മ പണിയെല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. ഉമ്മാൻ്റെ ഫോൺ റിങ് ചെയ്തു. ഉമ്മ ഫോണെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഒന്നുമില്ല, ഇന്നൂടി ഓർത്തതേ ഉള്ളൂ. പിന്നെ നിൻ്റെ വിശേഷം എന്താ? ലത്തീഫ് വിളിച്ചിരുന്നോ? ആണോ? ഉമ്മ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അത് കേട്ടതും ഞാൻ ഉമ്മയോട്, ആരാ ഉമ്മ, ഇളയമ്മയാണോ? അവനിവിടെ ഉണ്ട്. അറിയില്ല, ഞാൻ കൊടുക്കാം, നേരിട്ട് ചോദിച്ചോ, ഉമ്മ ഫോണിൽ ഇതും പറഞ്ഞ് എൻ്റെ നേരെ ഫോൺ നീട്ടി. ഞാൻ ഫോൺ മേടിച്ചിട്ട്, ഹലോ. നല്ല ആളാ, ഒരു പോക്ക് പോയതാ, പിന്നെ വഴിക്ക് വന്ന് ഒന്ന് നോക്കിയത് പോലും ഇല്ലല്ലോ, ഇളയമ്മ എന്നോട് പറഞ്ഞു. ഉമ്മ അടുത്തിരിക്കുന്നത് കൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ വിഷയം മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ഇളയമ്മ എന്നോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫോൺ വെച്ച് ഉമ്മയോട് ഉറങ്ങാൻ പോവാണെന്നും പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് പോയി. ഫോണെടുത്ത് ഇളയമ്മയെ വിളിച്ചു. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചു. നാളെ വരാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. താഴെ വാതിൽ തുറക്കുന്നതിൻ്റെയും അടക്കുന്നതിൻ്റെ ശബ്ദം എൻ്റെ റൂമിലേക്ക് കേട്ടു. പ്രശാന്ത് മുംബൈ പോയതാണല്ലോ, പിന്നെ ആരാ ഈ സമയത്ത്? ഞാൻ ആലോചിച്ചു. ഞാൻ റൂമിൽ നിന്ന് പുറത്ത് താഴെ പോയി നോക്കി. ഉമ്മാൻ്റെ റൂം തുറന്നു കിടക്കുന്നു. അകത്ത് നിന്ന് സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി റഫീഖ് ഇക്കയാണെന്ന്. ഞാൻ അവർ കാണാതെ ലിവിങ് റൂമിൽ പോയി നിന്നു. അവിടെ നിന്നാൽ ഉമ്മാൻ്റെ റൂം ശരിക്കും കാണാൻ പറ്റും. ലൈറ്റ് ഇടാത്തത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നത് അവർ കാണൂല. എന്താ ഇക്ക നിങ്ങളീ കാണിച്ചത്? അങ്ങേര് വിളിക്കൂ ഇപ്പോൾ, ഉമ്മ റഫീഖിനോട് പറഞ്ഞു. അതിനെന്താ, വിളിച്ചാൽ സംസാരിച്ചിട്ട് വേഗം വെച്ചാൽ പോരെ. പറഞ്ഞ് തീരും മുമ്പേ ഉപ്പാൻ്റെ കോൾ വന്നു. ഉമ്മ അയാളോട് ശബ്ദമുണ്ടാക്കില്ല എന്ന് പറഞ്ഞ് സംസാരിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉപ്പയോട് പറഞ്ഞു. ഉമ്മാനെ കൊണ്ട് പെട്ടെന്ന് ഫോൺ വെപ്പിച്ചു റഫീഖ് ഇക്ക. ഇക്ക കഷ്ടമുണ്ട് കേട്ടോ, ഉമ്മ റഫീഖിക്കയോട് പറഞ്ഞു. അതെന്താ, പ്രശാന്താണെങ്കിൽ നീ ഇങ്ങനെ പറയോ? അസീസിന് അറിയില്ലല്ലോ നീ ഇപ്പോൾ എന്താണ് ഇവിടെ ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നീ മുമ്പ് കണ്ട ആളെ അല്ല. പ്രശാന്ത് നിന്നെ ഒരുപാട് മാറ്റിയിരിക്കുന്നു. അല്ല, അസീസ് എന്താ നിന്നെ ശ്രദ്ധിക്കാറില്ലേ? റഫീഖിക്ക ഉമ്മയോട് ചോദിച്ചു. ഒന്ന് പോയിക്ക, നിങ്ങളെ ഒരിക്കലും അടുപ്പിക്കരുത്, മിണ്ടാൻ പോലും നിൽക്കരുതെന്നാ എന്നോട് ഇക്ക പറഞ്ഞത്, ഉമ്മ അയാളോട് പറഞ്ഞു. അവനോട് പോകാൻ പറ, റഫീഖ് പറഞ്ഞു. അല്ല ഇക്ക, നിങ്ങളും ഇക്കയും ഓരോ പ്രായമല്ലേ? ഉമ്മ ചോദിച്ചു. അതെ. പക്ഷേ കണ്ടാൽ പറയില്ല, നിങ്ങളിപ്പോഴും യങ്ങാണ്, ഉമ്മ പറഞ്ഞു. കണ്ണ് വെക്കല്ല പെണ്ണെ, ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാ, റഫീഖ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉമ്മയൊന്ന് ചിരിച്ചു. പിന്നെ നബീല, നിന്നെ പലപ്പോഴും ഞാൻ പുറത്തു പോകുമ്പോൾ കാണാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ അസീസിനോട് തെറ്റിയതോർത്ത് കുറ്റബോധമായിരുന്നു. അവൻ്റെ പേര് പറഞ്ഞ് നിന്നോട് മിണ്ടിയും പറഞ്ഞും ഇരിക്കാലോ എന്നോർത്ത്, റഫീഖൊക്കെ പറഞ്ഞു.
ആണോ? എന്നെ അത്രയ്ക്കിഷ്ടമാണോ? ഉമ്മ ചോദിച്ചു. ചോദിക്കാനുണ്ടോ മോളെ? എനിക്കൊരുപാട് ഇഷ്ടമാണ്. ആണോ? അന്ന് നിങ്ങൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി, ഉമ്മ പറഞ്ഞു. അതെന്താ? അത് നാട്ടുകാർ പേടിക്കുന്ന നിങ്ങൾ എന്ത് ഭംഗിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒരിക്കലും എങ്ങനെ കണ്ടിട്ടില്ല, ഉമ്മ പറഞ്ഞു. നീ എൻ്റെ കൂടെ പുറത്തു പോരുമോ? നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി എൻജോയ് ചെയ്താലോ? ഇക്ക ചോദിച്ചു. എങ്ങോട്ടാ? അതിപ്പോൾ വയനാട്ടിൽ പോയാലോ? നിൽക്കാനോ? നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ഡേ മൊത്തം. എന്താ? റഫീഖ് ചോദിച്ചു. അത് വേണമെങ്കിൽ നോക്കാം, ഉമ്മ പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം എന്തൊക്കെയോ പറഞ്ഞിരുന്ന് അവർ രണ്ടുപേരും പരിപാടിയിലേക്ക് കടന്നു. ഞാനാ ഇരുട്ടിൽ മറിഞ്ഞു നിന്ന് അതെല്ലാം കണ്ടു നിന്നു. ഉമ്മയ്ക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് ഉമ്മയുടെ ആ ചെയ്തികളിൽ നിന്നും എനിക്ക് നന്നായി മനസ്സിലായി. എന്നാലും എൻ്റെ ഉമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ച് വിഷമിച്ചു. എന്തായാലും ഉമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ അവിടെ തന്നെ നിന്ന് അവരുടെ പരിപാടികൾ കണ്ട് ആസ്വദിച്ചു. അങ്ങനെ റഫീഖിക്കയും ഉമ്മയും അന്ന് നന്നായി ആഘോഷിച്ചു. പ്രശാന്തിൻ്റെ കൂടെയുള്ളതിലും അടുപ്പം ഉമ്മ അയാളോട് കാണിക്കാൻ തുടങ്ങി. പലപ്പോഴും വീട്ടിൽ വരാനും ഉമ്മ അയാളുടെ കൂടെ പുറത്തു പോകാനും തുടങ്ങി. ഞാനുള്ളതുപോലും അയാൾക്കൊരു പ്രശ്നമേ ആയില്ല. എന്നെ കാണുമ്പോൾ പരിഹസിക്കാനും മോശമായി സംസാരിക്കാനും തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ രാവിലെ വീടിൻ്റെ പുറത്ത് കാറ് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ റഫീഖിക്ക വീട്ടിലേക്ക് വന്നു. എന്താടാ അഫ്സൽ, ഇത് കഴിഞ്ഞില്ലേ? എൻ്റെ കാറ് കഴുകൽ കണ്ട് ഇക്ക എന്നോട് ചോദിച്ചു. എനിക്കത് കേട്ട് ദേഷ്യം വന്നു. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട്, എന്താടാ നിനക്ക് ദേഷ്യം വന്നോ? ഞാനൊന്നും പറയാതെ കാറ് കഴുകിക്കൊണ്ടിരുന്നു. മതിയടാ, നിൻ്റെ ഉമ്മയെ കൊണ്ട് ഒരിടം വരെ പോകാനുണ്ട്, അയാൾ പറഞ്ഞു. അപ്പോഴാണ് അകത്തുനിന്ന് ഉമ്മ ഒരു കറുത്ത നിറമുള്ള സാരി ചുറ്റി പുറത്തേക്ക് വന്നത്. മതി മാനു, ഞാനൊന്ന് പുറത്തേക്ക് പോകാം, വൈകിട്ടേ എത്തൂ. നീ തറവാട്ടിലേക്ക് പോക്കോ. ഞാൻ വന്നിട്ട് വിളിക്കുമ്പോൾ വന്നാൽ മതി. പിന്നെ ഇക്കയുടെ കൂടെയാണ് പോണതെന്ന് ആരോടും പറയണ്ട, എൻ്റെ അടുത്തേക്ക് വന്ന് ഉമ്മ പറഞ്ഞു. ആ സമയം അയാളിനെ നോക്കി ഒരാക്കിയ ചിരി ചിരിച്ചു. എന്നിട്ട് ഉമ്മയും കൊണ്ട് കാറെടുത്ത് പോയി. അവർ പോകുന്നത് നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാൻ വീട് പൂട്ടി തറവാട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സുഹറ അളയമ്മയുടെ ഉമ്മ സുബേദിത്ത അവിടെ സിറ്റൗട്ടിൽ തന്നെയുണ്ട്. ആഹാ, ആരാ ഇത്? മാനു മോനോ? സുഹറമോളെ, ദാ മാനു വന്നിരിക്കുന്നു, സുബേദിത്ത ഇളയമ്മയെ വിളിച്ച് പറഞ്ഞു. അകത്തുനിന്ന് ഇളയമ്മ അങ്ങോട്ട് വന്ന് ഇത്ത കാണാതെ എന്നെ നോക്കി കണ്ണിറുക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. അല്ല, നിങ്ങളെപ്പോൾ വന്നു? ഇളയമ്മയുടെ ഉമ്മയോട് ഞാൻ ചോദിച്ചു. ഇന്നലെ വന്നതാടാ, അവർ പറഞ്ഞു. മജീദിക്ക വിളിക്കാറില്ലേ? ഞാൻ ചോദിച്ചു. ഇളയമ്മയുടെ ഉപ്പയാണ് മജീദ്, ഇളയപ്പൻ്റെ കൂടെ തന്നെയാണ് അവരും. ആടാ, വിളിക്കാറുണ്ട്. എന്താ ഉമ്മാൻ്റെ പാട്? അവരെന്നോട് ചോദിച്ചു. ആ, സുഖാണ്, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാ, ഞാൻ പറഞ്ഞു. എടാ, നീ ചോറിനുണ്ടാകുമോ? ഇളയമ്മ എന്നോട് ചോദിച്ചു. ഏയ് ഇല്ല, പുത്തനത്താണി വരെ പോകണം, അമ്മായി വിളിച്ചിരുന്നു. ഞാൻ ഇളയമ്മയുടെ കൂടെ അകത്തേക്ക് പോയി നേരെ അടുക്കളയിലെത്തി. എടാ, നീ നാളെ ഉച്ചയ്ക്ക് വരുമോ? എത്ര ദിവസമായി നീ എന്നെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നു, ഇളയമ്മ എന്നോട് പറഞ്ഞു. ആ, നോക്കാം, പക്ഷേ നിങ്ങളുടെ ഉമ്മയുണ്ടാകില്ല ഇവിടെ? ഞാൻ ചോദിച്ചു. ഇല്ലടാ, ഉമ്മ രാവിലെ പോകും. ആ, അത് പറഞ്ഞപ്പോഴാണ്, നീ രാവിലെ ഉമ്മയോ ഒന്ന് പുത്തൂർ എൻ്റെ വീട്ടിൽ കൊണ്ടുവിടുമോ? സുഹറ ഇളയമ്മ എന്നോട് ചോദിച്ചു. ആ, നാളെ രാവിലെ അല്ലേ, നോക്കാം, ഞാൻ പറഞ്ഞു. എന്ത് നോക്കാന്ന്? ഇളയമ്മ ചോദിച്ചു. എല്ലാം നോക്കാം, ഞാനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നാരങ്ങളും കുടിച്ച് ഞാൻ അവിടെ ഇരുന്നു. ശേഷം ഉമ്മാൻ്റെ വീട്ടിലേക്ക് ബൈക്ക് എടുത്തു പോയി. ബൈക്കിൻ്റെ സൗണ്ട് കേട്ട് സബീർ അമ്മായി വാതിൽ തുറന്നു.
ആ മാനു നീയായിരുന്നോ? അമ്മായി ചോദിച്ചു. വേറെ ആരാണെന്നാ കരുതിയത്? ഞാൻ ചോദിച്ചു. എടാ എൻ്റെ ആങ്ങളെയാണെന്നാ കരുതിയത്. ഞാൻ കരുതി നീ ഇങ്ങോട്ടൊന്നും വരില്ലെന്ന്. അതെന്താ? അത് ഞാൻ നിന്നെ അടിച്ച് വേദനിപ്പിച്ചതല്ലേ. ഓ അമ്മായി, നിങ്ങളിത് ഇപ്പോഴും വിട്ടില്ലേ? ഏയ് ഞാൻ ചുമ്മാ പറഞ്ഞതാടാ. വാ അകത്തേക്ക്. അല്ല ഉമ്മ എന്താ വരാഞ്ഞത്? അമ്മായി ചോദിച്ചു. ഒന്നുമില്ല, ഉമ്മക്കറിയില്ല ഞാൻ ഇങ്ങോട്ടാണ് വരുന്നതെന്ന്. അതെന്താ നീ പറയാതെ പോകുന്നത്? അമ്മായി ചോദിച്ചു. ഒന്നുമില്ല, എവിടെ വന്നാലല്ലേ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റൂ. മാനു, നീ പിന്നെയും തുടങ്ങിയോ? എടാ ഞാൻ നിൻ്റെ മാമൻ്റെ ഭാര്യയാണ്. നമ്മൾ അങ്ങനെയൊന്നും പാടില്ല, അമ്മായി പറഞ്ഞു. ഓ അമ്മായി, കാക്ക പോയിട്ടിപ്പോൾ കൊല്ലം 2 നിങ്ങൾക്കെന്താ ഒരാഗ്രഹവുമില്ലേ? ഞാൻ ചോദിച്ചു. ജീവിക്കാൻ വേണ്ടിയല്ലേടാ, അപ്പോൾ നമ്മളത് സഹിക്കാൻ തയ്യാറാവണം, അമ്മായി പറഞ്ഞു. അമ്മായി, എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. എന്നെ എന്തിനാ ഇങ്ങനെ കൊതിപ്പിക്കുന്നത്? അതിന് ഞാൻ കൊതിപ്പിച്ചോ നിന്നെ? അത് പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ ഇട്ട് നിന്നാൽ ആരായാലും കൊതിച്ചു പോകില്ലേ? ഞാൻ പറഞ്ഞു. അയ്യോ എടാ, നീ അങ്ങനെയാണോ കണ്ടത്? അമ്മായി ചോദിച്ചു. അമ്മായിക്ക് എന്നോട് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞാൻ പോകാം. എന്നാലും ഇങ്ങനെ ആരെയും കൊതിപ്പിക്കരുത് എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ, എടാ മാനു, ചോറ് കഴിക്കാതെ പോവാണോ? എനിക്ക് വേണ്ട നിങ്ങളുടെ ചോറ്. എന്നെ അത്ര ഇഷ്ടമാണോ നിനക്ക്? എടാ, ഇതാരെങ്കിലും അറിഞ്ഞാൽ നീ എന്നെ ഉപേക്ഷിച്ചു പോകുമോ? ഇല്ല അമ്മായി. ആണോ? എന്നാ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അന്ന് നിൻ്റെ മുഖത്തടിച്ചപ്പോൾ എനിക്കൊരുപാട് സങ്കടമായിരുന്നു. നിൻ്റെ സാമീപ്യം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം നീ എന്നെ നോക്കുന്നതും ഇവിടെ വരുന്നതും എന്നെ കാണാനാണെന്ന്. നിൻ്റെ ഉമ്മ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ നിന്നോടൊന്നും പ്രതികരിക്കാതെ നിന്നത്. പക്ഷേ അന്ന് ഞാൻ വേണമെന്ന് കരുതി അടിച്ചതല്ല, അറിയാതെ കൈ നിൻ്റെ മുഖത്ത് പതിച്ചു പോയതാണ്. സത്യമാണോ അമ്മായി? എന്നെ പറ്റിക്കാൻ പറയുന്നതല്ലല്ലോ? ഞാൻ ചോദിച്ചു. അല്ലടാ, ഉമ്മുമ്മാക്ക് ചോറ് കൊടുത്തിട്ട് ഞാൻ റെഡിയായിട്ട് വിളിക്കാം. നീ റൂമിലേക്ക് വാ, നിൻ്റെ ആഗ്രഹത്തിൽ ഞാൻ സമ്മതിക്കാം. എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തോന്നി. അങ്ങനെ ചോറെല്ലാം കഴിച്ച് ഞാൻ കുറച്ച് സമയം ഫോണും നോക്കിയിരുന്നു. അമ്മായി റൂമിൽ നിന്നും എന്നെ വിളിച്ചു. ഞാൻ ഫോൺ കാണുന്നത് നിർത്തി നേരെ അമ്മയുടെ റൂമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അമ്മായിയുടെ കുട്ടി അവിടെ ഇല്ല. ഉമ്മുമ്മാൻ്റെ കൂടെ വേറെ റൂമിലാണ് അവർ കിടക്കുന്നത്. ഞാൻ അകത്തേക്ക് കയറി വാതിലടച്ചു. അമ്മായി എന്നെ നോക്കി തല താഴ്ത്തി ചിരിച്ചു. എന്തു പറ്റി, നാണാണോ? ഞാൻ ചോദിച്ചു. നാണമൊന്നുമില്ല, എന്നാലും ഒരു പേടി. എടാ, ഇത് വേറെ ആരും അറിയരുത്, അമ്മായി പറഞ്ഞു. ഇല്ലെന്നേ, ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയൂ, പോരെ? മതി, അമ്മായി അതും പറഞ്ഞ് വീണ്ടും ചിരിച്ചു. അത് കണ്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, സത്യം പറ, നിങ്ങൾ ഇങ്ങനെ ആദ്യമായിട്ടാണോ? വേറെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ? ഞാൻ ചോദിച്ചു. എനിക്കിത് തോന്നി നീ ഇത് ചോദിക്കുമെന്ന്, അമ്മായി എന്നോട് പറഞ്ഞു. ആണോ? എന്നാ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഉണ്ട്, അമ്മായി പറഞ്ഞു. ഞാനൊരു നെട്ടലോടെ അമ്മായിയോട് ചോദിച്ചു, ആരാത്? അത് നിൻ്റെ ഉമ്മാൻ്റെ കൂട്ടുകാരി സുറുമിത്തെ അറിയോ? അവരോ? അവരാണ് എനിക്ക് അയാളെ പരിചയപ്പെടുത്തി തന്നത്. ഏതാളെ? നിനക്ക് പറഞ്ഞാൽ അറിയും. നീ എന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സുറുമിത്തയാണ് എന്നോട് പറഞ്ഞത്. ആരാ? പ്രശാന്തേട്ടനാണോ? ഞാൻ ചോദിച്ചു. അല്ലടാ, റഫീഖിക്ക. എനിക്ക് ഷോക്കായി ആ പേര് അമ്മായി പറഞ്ഞപ്പോൾ. നീ സുറുമിത്തയുമായി കൂടിയതൊക്കെ എനിക്കറിയാം, പക്ഷേ ഇതൊന്നും നിൻ്റെ ഉമ്മ അറിയരുത്, അമ്മായി പറഞ്ഞു. അപ്പോൾ ഉമ്മാൻ്റെ കാര്യം അമ്മയ്ക്കറിയില്ല, ഞാൻ മനസ്സിൽ പറഞ്ഞു. ഡാ, നീ എന്താ ആലോചിക്കുന്നത്? പിന്നെ ആരുമൊന്നും അറിയരുത്, നിനക്ക് ഞാൻ എപ്പോൾ വേണമെങ്കിലും തരും.
എൻ്റെ അമ്മായി, ഞാൻ ആരോടും പറയില്ല. നിങ്ങൾ ഒരുങ്ങിപ്പോകുന്നത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യലാ, ഞാൻ പറഞ്ഞു. അങ്ങനെ അമ്മായി എൻ്റെ ആഗ്രഹവും ഞാൻ അമ്മയുടെ ആഗ്രഹവും നടത്തിക്കൊടുത്തു. രണ്ടുപേരും നന്നായി ആഘോഷിച്ചു. അന്നെനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ അറിയാതെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്.